കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഈ സന്ധ്യാവേളയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ഈ അനേക സാക്ഷ്യങ്ങൾ നമ്മുടെ വചനദീപ്തിയിൽ സാക്ഷി കൂടാരത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ഓരോ സാക്ഷ്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. ജീവിത അനുഭവങ്ങളുടെ കലവറകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്ത അനുഭവങ്ങൾ, വ്യത്യസ്ത നിലകളിലൂടെ അവർ ജനിച്ചു വളർത്തപ്പെട്ട അവരുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഉണ്ടായ മുഖാന്തരങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കേൾക്കേണ്ടതും നമുക്ക് അനുഭവ സാക്ഷ്യമായി പറയേണ്ടതും. ഇന്ന് നമ്മോടൊത്ത് കർത്താവിന്റെ ദാസൻ ജോയ് അങ്കിളും അതുപോലെ തന്നെ മറിയാമ്മ ആന്റിയും നമ്മോടൊത്ത് US-ൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കർത്താവിന്റെ ദാസിനെയും ഓർത്ത് വളരെ സന്തോഷിക്കുന്നു. കർത്താവിന്റെ ദാസനും ദൈവം കൊടുത്തിരിക്കുന്ന ദർശനത്തിനൊത്തവണ്ണം അവർ കർത്താവിന്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു. ഈ പകൽക്കാലം നമ്മോടൊത്ത് അവർ ജോയിൻ ചെയ്തിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വചനദീപ്തിയുടെ പ്രേക്ഷകരോടായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ നടുവിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കണം. അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ഉന്നമനത്തിന് അത് കാരണമായി ഭവിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമയക്കാലം ഞങ്ങൾ ഒരു നിമിഷം നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് തന്റെ ദാസനായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ജോയ് അങ്കിളിനെയും മറിയാമ്മ ആന്റിയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്തു. കർത്താവ് അവരുടെ ജീവിതത്തിൽ നടത്തിയ വിധങ്ങൾ, കർത്താവിനെ കണ്ടെത്തുവാൻ ദൈവമേ വിവിധങ്ങളായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊടുത്തല്ലോ. പ്രേക്ഷകരോട് പങ്കിടുവാൻ ആയിരങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവ് ഇടയാക്കും. വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ നെറ്റ് സിസ്റ്റം എല്ലാം കർത്താവെ യാതൊരു വിധത്തിലും തടസ്സങ്ങൾ കൂടാതെ തുടക്കം മുതൽ ഒടുക്കം വരെയും കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയ ജോയ് അങ്കിളിനെയും മറിയാമ്മ ആന്റിയെയും വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാന് പറഞ്ഞു നിങ്ങൾ US-ൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന്. എന്നാൽ US-ലെ സ്ഥലത്ത് നിന്നാണ് എന്ന് ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടൊന്ന് പറയാമോ? അമേരിക്കയിലെ ഒരു ചെറിയ സ്റ്റേറ്റ് ആണ് ഒക്ലഹോമ സ്റ്റേറ്റ്. ആ ഒക്ലഹോമ സ്റ്റേറ്റിലെ ഒക്ലഹോമ സിറ്റിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോ നിങ്ങള് വളരെ വർഷങ്ങളായി കാണുമല്ലോ അവിടെ എത്തപ്പെട്ടിട്ട്. ഞങ്ങള് 1975 തൊട്ട് ഞങ്ങള് ഇതുവരെയും ഞങ്ങളെ ദൈവം കാത്ത് പോകുന്നു. അപ്പൊ മക്കളും കൊച്ചുമക്കളും? ആ മക്കളാണുള്ളത്. മൂത്ത മോൻ ഡോക്ടറാണ്. അവന് 3 കുഞ്ഞുങ്ങളാണ്. ഒരു ആണും 2 പെൺകൊച്ചും. അവര് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരാള് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മോന് 2 പിള്ളേര്, ഒരു മോനും ഒരു മോളും. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇടയാക്കി. ഒരു ഭാഗ്യമേറിയ ദമ്പതികളാണ്. പലർക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ കർത്താവ് എത്രയോ അനുഗ്രഹങ്ങൾ തന്ന് മാനിച്ചു, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം അനേക മുഖാന്തരങ്ങൾ കാണുമല്ലോ. ജോയ് അങ്കിൾ തന്റെ ബാല്യകാല സ്മരണകൾ, ഒരുപക്ഷെങ്കിൽ നാട്ടിൽ നിന്നും നമ്മൾ പോന്നപ്പോൾ നാം ആയിരുന്ന അനുഭവങ്ങൾ, അമേരിക്കയിൽ നമ്മൾ കുടിയേറി പാർത്തതിന് ശേഷം പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒക്കെയും നമ്മുടെ പ്രേക്ഷകരുടെ ആത്മീയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് അവരോട് പങ്കിടാം. ജോയ് അങ്കിള് തന്റെ അല്പമാത്രമായ സാക്ഷ്യം പറഞ്ഞിട്ട് പ്രിയ ആന്റിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്കിള് തുടർന്ന്. ഞാനൊരു ഒരു ഓർത്തഡോക്സ് യാക്കോബാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. എൻ്റെ ഫാദറും മദറും അവരുടെ ശിക്ഷണത്തിൽ ഞാൻ വളരെ അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞ അനുസരിച്ച് ജീവിച്ച ഒരു പൈതലാണ്. ഞാൻ സ്കൂൾ പാസ്സായി. അത് കഴിഞ്ഞ് ഇങ്ങനെ
കൂടുതൽ ഡിഗ്രിക്ക് പോകാതെ ഒരു ടെക്നിക്കൽ സ്കൂളിൽ പോയി അതിൻ്റെ 2 വർഷത്തെ കോഴ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ലുധിയാനയിലെ മെഡിക്കൽ കോളേജിൽ ഒരു ജോലി എനിക്ക് ശരിയായി. ഞാൻ അവിടെ 1971 തൊട്ട് 74 വരെ അവിടെ നിന്നു. 74 ഞാൻ കല്യാണം കഴിക്കാനായിട്ട് നാട്ടിൽ ചെന്നു. ഈ കർത്താവിൻ്റെ ദാസിയെ കണ്ടുമുട്ടി. 2 ആഴ്ച കൊണ്ടുണ്ടായ ഒരു കല്യാണമാണ്. ഞങ്ങൾ അന്ന് തൊട്ട് 1974 തൊട്ട് 28 ആയപ്പം കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ ഒന്നിച്ച് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അമേരിക്ക വന്നു. അമേരിക്ക വന്നപ്പം തൊട്ട് കർത്താവിൻ്റെ ദാസിക്ക് പലതരമായ രോഗങ്ങളിലൊക്കെ പിടിവിട്ടു. അതൊക്കെ കർത്താവിൻ്റെ ദാസി പറയും. ഞാൻ എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ആ ജോലി 30 വർഷം ഞാൻ ആ ജോലിയും കൊണ്ട് പോയി. ഞാൻ 2008 റിട്ടയറായിട്ട് ഞാനിപ്പോൾ സന്തോഷത്തോടെ ഭവനത്തിലിരിക്കുന്നു. ഞാൻ ഓർത്തഡോക്സ് ഇവിടെ ഒരു ചർച്ച് ബിൽഡ് ചെയ്യാൻ ഞങ്ങൾ 5 പേര് കൂടി ഒരു ഓർത്തഡോക്സ് ചർച്ച് പണിതു. അത് കഴിഞ്ഞൊരു വലിയൊരു പാരിഷ് ഹാൾ പണിതു. ആ പാരിഷ് ഹാൾ പണിത് നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു പാരിഷ് ഹാൾ കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്നെ ഇടപെടുത്തിയത് ഒരു ദർശനത്തിൽ കൂടെ. എന്ന് പറഞ്ഞാൽ ഞാൻ മധുവായിലെ ശുശ്രൂഷക്കാരനായിരുന്നു. ആ മധുവായിലെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൂടെ വന്നു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ ഒന്ന് മാറ്റപ്പെടുത്തിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ എനിക്കതല്ല, എൻ്റെ ദൈവത്തെ കൂടുതൽ എനിക്ക് കാണണമെന്നുള്ള ആഗ്രഹം പല സന്ദർഭത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരു ദിവസം തന്നെ ഇറങ്ങി. താന് ദാസി അത് പറയും ബാക്കി കാര്യം. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഒരു ചെറിയ ഒരു സഭയിലേക്ക് ഞങ്ങളെ പോകത്തക്കവണ്ണം അറേഞ്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ 2 പേരും ബൈബിൾ കോളേജിൽ പോയി. താൻ്റെ ദാസി ഞങ്ങൾ 2 പേരും ബൈബിൾ കോളേജിൽ പോയി എൻ്റെ ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് സഭയിലേക്ക് പിന്നെ 3-4 വർഷം ഞങ്ങൾ സഭയിൽ പോയി. അത് കഴിഞ്ഞ് ആ സഭയിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് അതല്ല ഞങ്ങളെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ള ആ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിന്നെ അവിടുന്ന് മാറി. ഞാൻ പിന്നെ ഒരു സഭയായിട്ട് ഒരു സ്പോർട്സ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാലയം ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസി പറയുമ്പോൾ അത് മുഴുവൻ അതിനകത്ത് കാണും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 51 വർഷം പിന്നിട്ടു. വളരെ സ്നേഹത്തിലും നമ്മള് വിവാഹ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ തോണ്ടലും ഇതൊക്കെ അല്ലാതെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം. 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്നു. 5 കൊച്ചുമക്കളെ തന്നു. കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെയൊക്കെ താമസിക്കുന്നു. എന്നും കാണുകയും പോവുകയും വരികയും വളരെ നല്ല 2 ആൺമക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നു. അവരുടെ കുടുംബം ഞങ്ങൾ വളരെ ബഹുമാനിക്കുകയും ഞങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത 2 കുഞ്ഞുങ്ങളെ, അവരുടെ ഭാര്യമാരും അതുപോലെ തന്നെ. പിന്നെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് നമ്മൾ വിശ്വാസ ജീവിതം ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്താ? കർത്താവ് നമ്മൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു തന്നേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ നമ്മുടെ ശക്തി എന്താണ്? ദൈവത്തിന്റെ പ്രോമിസ് എന്താണ്? ഇത്രയും കാര്യം പറഞ്ഞ് ദൈവം ആരെന്നറിഞ്ഞ്, ദൈവത്തിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരെന്നറിഞ്ഞ്, നമ്മൾ ആരെന്നറിഞ്ഞാൽ നമ്മൾ ശത്രുവിനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു നല്ല വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ നോക്കും. മഹത്വം എപ്പോഴും ദൈവത്തിനായിരിക്കണം. ആമേൻ. സ്തോത്രം. അത്രയും പറഞ്ഞുകൊണ്ട് എന്നെ എപ്പോഴും ദൈവം ഓർമ്മപ്പെടുത്തുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. അവയൊന്നും ഒരു നാൾ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യുകയില്ല. അത് നമുക്ക് തന്നേക്കുന്ന അധികാരം. 2, ദൈവം ചെയ്ത കാര്യങ്ങളെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് 15 വരെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത് നമ്മളെ എന്തിൽ നിന്ന് വിടുവിച്ചു എന്ന് അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമയക്കുറവുണ്ട്, അതിലേക്ക് വായിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. പിന്നെ 3-ാമത്തെ കാര്യം, മർക്കോസിന്റെ സുവിശേഷം 24-ാം വാക്യം, പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിപ്പേൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാവും. അത് നമ്മൾക്ക് വിശ്വാസത്തിലുള്ള ഒരു പ്രോമിസാണ്. 4, ദൈവത്തോട് അടുത്തു വരുവേൻ, എന്നാൽ എന്നിട്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ, എന്നാൽ അവൻ നമ്മളെ വിട്ടോടിപ്പോകും. അത് യാക്കോബ് എഴുതിയ ലേഖനത്തിന്റെ 4-7.
ഒരു വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവ പൈതലായുള്ള അധികാരവും ശക്തി എന്തെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ലോകത്തിൽ ശത്രു അവന്റെ പ്രവർത്തനങ്ങളും ഉണ്ട്, പക്ഷേ നമുക്ക് അവയെ ജയിക്കാൻ ഒക്കും ക്രിസ്തു യേശുവിൽ. ഒന്ന്, കർത്താവിന്റെ നാമത്തിലുള്ള അധികാരം. രണ്ട്, കർത്താവിന്റെ രക്തത്തിലുള്ള പ്രൊട്ടക്ഷൻ. മൂന്ന്, കർത്താവിന്റെ ശക്തി, ദൈവിക ശക്തി, അവന്റെ വചനത്തിന്റെ ശക്തി. നാല്, ദൈവശക്തി. ശത്രുവിനെ ജയിക്കണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് ജയിക്കാൻ ഒക്കത്തില്ല, ദൈവശക്തി കൊണ്ട് ജയിക്കാൻ ഒക്കും. അഞ്ച്, ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ നമ്മൾ മടുത്തു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിശാചിനോട് എതിർക്കുകയും ദൈവത്തോട് അടുത്തു വരികയും ചെയ്താൽ അവൻ നമ്മളെ നടത്തുവന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ചോദിച്ചാൻ പറഞ്ഞതിന്റെ ബാക്കി ഞങ്ങൾ പറഞ്ഞു തുടങ്ങാം. സ്തോത്രം. ഞാന് ഒരു യാക്കോബ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഞങ്ങള് 6 മക്കളുണ്ടായിരുന്നു. അതിലെ മൂന്നാമത്തെ മോളാണ് എനിക്ക് ചെറുപ്പം തൊട്ട് എനിക്ക് ദൈവത്തെ ഭയങ്കര സ്നേഹമാണ്, ദൈവത്തെ ഭയങ്കര ഇഷ്ടവും. യാക്കോബിലാ പോകുന്നെങ്കിലും എപ്പോഴും പ്രാർത്ഥിക്കുന്നതും ഒരു ജോളി പേഴ്സൺ ആയിരുന്നു. ഒന്നും ആരെയും മുക്കുസാക്കാൻ നല്ല ജോളിയായിട്ട് നടക്കുന്നയാളാണ്. അപ്പോൾ ഒരു കാര്യത്തിനും എനിക്ക് കംപ്ലൈന്റ്, എന്തോ വന്നാലും സന്തോഷമേ ഉള്ളൂ, എപ്പോഴും സന്തോഷിച്ച് നടക്കുന്ന ഒരാള്. അങ്ങനെ ഞാൻ ഒരു മിഡിൽ ഫാമിലിയാ, വലിയ ധനീരുമല്ല തീരെ ദരിദ്രരുമല്ല. അങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചു വളർന്നു. പക്ഷേ എന്തുകൊണ്ടോ വീട്ടിൽ ചില പ്രയാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുകയായിട്ട് നല്ലതായിട്ട് പഠിക്കും. ഹൈസ്കൂളായപ്പോൾ നല്ല മാർക്ക് മേടിച്ച് പാസ്സായി. ഒരു 3-3.5 മൈല് നടന്നു വേണം പോകാൻ. അന്നൊക്കെ കാലച്ചെരുപ്പില്ല, ആരും കൊണ്ടുവിടാനില്ല. ഒരു വശത്തോട്ട് 3.5 മൈല് നടക്കണം, തിരിച്ചും 3.5, അങ്ങനെ 7 മൈല് നടക്കണം സ്കൂളിൽ പോയി വരണമെങ്കിൽ. എന്നാൽ പോയിട്ട് വന്നാലും വീട്ടിലെ കാര്യങ്ങളിലൊക്കെ അമ്മയെ സഹായിക്കും. പക്ഷേ ഒരു ദിവസം പോലും വൈകിട്ട് വേദപുസ്തകം വായിക്കാതെയോ പ്രാർത്ഥിക്കാതെ കിടക്കത്തില്ല. പഠിക്കാനും ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടേ സാധാരണ പഠിക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഹൈസ്കൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ഓർത്തു, എനിക്ക് പോയാൽ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഒക്കും. ആ സമയത്ത് 16 വയസ്സ് കഴിഞ്ഞു, 17 തികഞ്ഞിട്ടില്ല. ആ സമയം നഴ്സിങ്ങിന് പോകാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി. ഞാൻ തന്നെ അവിടെയൊക്കെ വളരെ സ്ഥലത്ത് ആപ്ലിക്കേഷൻ അയച്ചു. എനിക്ക് കൽക്കട്ടയിൽ പോകാനൊരു അവസരം കിട്ടി. ഞാൻ തനിയെ, അന്നത്തെ സമയത്ത് 4 പകലും 5 രാത്രി ഇരുന്നാലേ കൽക്കട്ടയിൽ ചെല്ലത്തുള്ളൂ. ഞാൻ തനിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ആരും കൂട്ടില്ല. ഞങ്ങളുടെ അയൽവാസി ഒരാൾക്ക് ഒരു ടെലിഗ്രാം ചെയ്തു, റെയിൽവേ സ്റ്റേഷനിൽ വരും അവർ, അതല്ലാതെ വേറെ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. എൻ്റെ പിതാവ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടപ്പം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ എങ്ങനാ വിടുന്നേ? വളരെ ഭാരത്തോടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ കൂടെ ദൈവമുണ്ട്, ഞാൻ പോയി സുഖമായി മടങ്ങി വരും. അങ്ങനെ ആ ചെറും പ്രായത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ പോയി. പക്ഷേ നമ്മൾ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കാതെ വിടുന്ന ശത്രു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾക്കറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. ദൈവം ഒരു വശത്ത് പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ താങ്ങി നിർത്താനും സർവശക്തനായ ദൈവം, അവർ വിശ്വാസിയോ അവിശ്വാസിയോ, ദൈവത്തിന്റെ കരുതൽ ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ട്. എന്നാൽ അത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കാതെ പോകുന്നു. എന്നാൽ ശത്രുവും അതുപോലെ തന്നെ നമ്മളോട് പുറകെയുണ്ട് നമ്മളെ തകർക്കാൻ. ഞാൻ ഹൈസ്കൂൾ പാസ്സായപ്പോൾ നല്ല മാർക്ക് മേടിച്ച് പാസ്സായി. ഞങ്ങളുടെ വീട്ടുകാരുടെ ഒക്കെ അവിടെ പോയി നഴ്സിങ്ങിന് പോകുന്നതിന് മുമ്പ് പറയാൻ. ആ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ആ സമയം തൊട്ട് ശത്രു എന്നെ തകർക്കാൻ പുറകെ കൂടി. ഇതൊന്നും മനസ്സിലായത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. നഴ്സിങ്ങിന് പോയി, ഇന്റർവ്യൂ കഴിഞ്ഞു, വളരെ നല്ല ഇന്റർവ്യൂ ആയിരുന്നു, പാസ്സായി. പ്രായം ആയില്ല എന്ന് പറഞ്ഞവർ എനിക്ക് തന്നില്ല. അവിടുന്ന് ഞാൻ അയൽവാസിയുടെ വീട്ടിൽ 3-4 മാസം താമസിച്ചു. തന്നെ അവിടെ ഇവിടെയൊക്കെ ആപ്ലിക്കേഷൻ അയച്ചു. അവസാനം വേറൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ പഠിച്ചു, പാസ്സായി. അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും പലപ്പോഴും പല ഉപദ്രവങ്ങളും ഒക്കെ എനിക്കുണ്ടായി. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ അതൊന്നും വകവെക്കാതെ പഠിച്ചെടുത്തു. പഠിച്ചു തീർന്നു കഴിഞ്ഞു. നാട്ടിൽ വന്നു കഴിഞ്ഞ് എൻ്റെ പിതാവിനോട് ഞാൻ പ്രോമിസ് ചെയ്തിട്ടാ പോയി, ഞാൻ പഠിച്ചു തീർന്ന ഉടനെ വീട്ടിൽ വന്നോളാവുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിലോട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ആ ജോലി ചെയ്ത് 2-3 മാസം ചെയ്തപ്പോൾ എനിക്ക് തോന്നി, ഇത് ശരിയല്ല, ഇവിടെ പോരാ, എനിക്ക് എവിടെയെങ്കിലും വെളിയിൽ പോകണമെന്ന് ഓർത്ത് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പോയി കൽക്കട്ടയ്ക്ക് പോയി. അമേരിക്കയ്ക്ക് പോരാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകാനെല്ലാം റെഡിയായി വന്നപ്പോൾ കല്യാണാലോചന പെട്ടെന്ന് വന്നു. അദ്ദേഹം വന്ന് കണ്ടു, വീട്ടുകാരാലോചിച്ചു, പെട്ടെന്ന് വിവാഹം നടന്നു. എൻ്റെ പോക്ക് ക്യാൻസൽ ആക്കി. ഞങ്ങൾ ഒന്നിച്ച് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് പോയി.
അവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ഒരിക്കലും ആസ്മ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടുള്ള ആളല്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ഭയങ്കര ആസ്മ പിടിച്ചു. അവിടെ ചെന്ന് അവിടെ ജോലിക്ക് കയറി. പക്ഷെ അവിടെ വളരെയധികം സിക്കായി. അങ്ങനെ ഇരുന്നപ്പം അമേരിക്കയിൽ ഒരാൾ ഇന്റർവ്യൂവിന് വിളിച്ചു. ആ വിളിക്കുന്ന സമയത്ത് ഞാൻ ICU കിടക്കുന്ന ഒരാൾ ഇന്റർവ്യൂവിന് പോകാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കില്ല, വിടത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ തന്നെത്താനെ എഗൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഞങ്ങളുടെ സ്വന്തം ഇതിൽ പോവുകയാണെന്നും പറഞ്ഞ് ലെറ്റർ എഴുതി കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരുടെ ഡൽഹി പോയി വിസ വാങ്ങിക്കഴിഞ്ഞിടം വരെ വലിയ പ്രശ്നമില്ല. വാങ്ങിക്കഴിഞ്ഞ് പിന്നെയും കൂടുതൽ ഐസിക്കായി. ഏതായാലും ചുരുക്കത്തിൽ പറയാം, 75-ൽ ഞാൻ ആദ്യം പോന്നു. ഇവിടെ സഹായിക്കാൻ ആരുമില്ല. ഇവിടെ വന്നു. ചെറിയ അറിയാവുന്ന 1-2 പേരൊക്കെ ഇവിടെ ഒരു ചെറിയ ജോലി കിട്ടി. ജോലി ചെയ്യാൻ തുടങ്ങി. അധികം താമസിയാതെ തന്നെ ജോയിച്ചാനും കൂടി ചേർന്നു. ആ സമയത്തേക്ക് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. പിന്നെ ജോയിച്ചാനുമായിട്ട് വന്ന് ഞങ്ങൾ അതുതൊട്ട് സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഒരിക്കലും രോഗം എന്നെ വിട്ടുമാറുന്നില്ല. രോഗം ഡോക്ടറെ അടുക്ക ചെല്ലുമ്പം അവർക്ക് കണ്ടുപിടിക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ ആയിട്ട് പിന്നെ 75-ൽ USA വന്നു. 75-ൽ ഇവിടെ വന്നു കഴിഞ്ഞ് 2 പേർക്കും ആദ്യമേ ചെറിയ ജോലിയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് 76 ആയപ്പോഴത്തേക്ക് മൂത്ത മോനുണ്ടായി. അതോടുകൂടി എന്തൊക്കെയോ രോഗമായി തീർന്നു. അതോടെ എൻ്റെ ജോലി കളഞ്ഞു. കുറെ കഴിഞ്ഞ് ഞങ്ങളെ വീണ്ടും പിന്നെ ജോലി കിട്ടി. 1977-ൽ എൻ്റെ ഗോൾ ബ്ലാഡർ സർജറി കഴിഞ്ഞു. ഗോൾ ബ്ലാഡർ പ്രശ്നമായി. ഇങ്ങനെ ഓരോ വർഷവും ഓരോരോ പ്രശ്നം. അത് കഴിഞ്ഞ് പല്ലിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ എന്തോ മരുന്നിന് അലർജി വന്നിട്ട് റെസ്പിറ്റോറി അറസ്റ്റ്, ശ്വാസം നിന്ന് പോയിട്ട് അവർ ഹോസ്പിറ്റലാക്കി. അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞ് പിന്നെ നേഴ്സിംഗിന്റെ ലൈസൻസ് കിട്ടി. 79 രണ്ടാമത്തെ മോനുണ്ടായി. 1980-ലെ ഭയങ്കര അൾസർ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. സർജറി ചെയ്തു. വയറിന്റെ പകുതി എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് പോയി. 2-3 മാസം പോയപ്പം വീണ് നടുവൊടിഞ്ഞ് പിന്നെ വെർട്ടിബ്രയ്ക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. അന്നത്തെ സമയത്ത് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലെന്നും പറഞ്ഞു വിട്ടു. അതുകൊണ്ട് വീണ്ടും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നടക്കാൻ വയ്യുന്നായപ്പോൾ വീണ്ടും ഡോക്ടറെ ചെന്ന് കണ്ട് പിന്നെ MRI ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലായി നട്ടലിന് പൊട്ടലുണ്ട്, അതിന് പൊടിഞ്ഞിട്ടുണ്ടെന്ന്. ഉടനെ ഡോക്ടർ പറഞ്ഞു ഇനി ജോലി പിന്നെ എന്നെ ദേഹത്ത് ബോഡി കാസ്റ്റ് ഇട്ടു. പിന്നെ കുറച്ച് പിന്നെ കഷ്ടപ്പെട്ട് വീട്ടിലിരുന്നു. 82-ൽ ആദ്യത്തെ ബാക്ക് സർജറി ചെയ്തു. 84 രണ്ടാമത്തെ ചെയ്തു. 86 മൂന്നാമത്തെ ചെയ്തു. 88 നാലാമത്തെ ചെയ്തു. 90 അഞ്ചാമത്തെ ചെയ്തു. ഓരോ പ്രാവശ്യം ഇത് ചെയ്തിട്ട് അത് ശരിയാകുന്നില്ല. ശരിയാകാതിരിക്കുന്നോറും എൻ്റെ ഹിപ്പേൻ തന്നെ എല്ല് പൊടിച്ചും ഒക്കെ വെച്ച് നോക്കി. പക്ഷെ അവസാനം കമ്പിയിട്ട് പിന്നെ സ്റ്റേപ്പിൾ ഇട്ടൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചു. പക്ഷെ വേദന ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. 1980 തൊട്ട് ഞാൻ ഭയങ്കരമായി പെയിൻ മെഡിസിൻ എടുക്കാൻ തുടങ്ങി. അതെടുത്താൽ ഞാൻ എഴുന്നേൽക്കാൻ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വേദനയുടെ കൂടുതലുണ്ട്. അധികം ശക്തമായ പിന്നെ പെയിൻ മെഡിസിൻ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. സ്തോത്രം. അത് കഴിഞ്ഞേച്ച് ഞങ്ങൾ ഇങ്ങനെ എന്നാ ഈ എന്നാ രോഗം വന്നാലും ഒരു റബ്ബർ ബന്ദ് പോലെ ദൈവം എന്നെ അങ്ങ് എഴുന്നേൽപ്പിക്കും. ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ അതിനോടൊപ്പം അടുത്ത രോഗം വന്നു കയറും. അങ്ങനെയായിട്ട് പിന്നെ 90 കഴിഞ്ഞപ്പോൾ 5ാമത്തെ സർജറി കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി അങ്ങ് നിർത്തി. ജോലി നിർത്തി കഴിഞ്ഞപ്പോൾ ജോലി 86 നിർത്തി. കാരണം ഈ ഓരോ 2 വർഷം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു എനിക്ക് ജോലി ചെയ്യാൻ വയ്യ. അത് പറഞ്ഞുകൊണ്ട് 87-ലൊരു ഒരു ബിസിനസ് തുടങ്ങി. പിന്നെ 5-6 ജോലിക്കാരുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോകും. പക്ഷേ എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതായി. വേദന കൊണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും വേദനയും കൊണ്ട് നടക്കാം. ഇതിനിടയ്ക്ക് ഓർത്തഡോക്സ് ചർച്ചിൽ പോകുന്ന അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇൻവോൾവ്. ചോദിച്ചാൽ അവിടെ മതമായി ശുശ്രൂഷിക്കുന്ന ആള്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളെ, അല്ലെങ്കിൽ യൂത്തിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നടന്നു. അങ്ങനെ ആയിട്ട് ഈ പിന്നെ 1985 എൻ്റെ ഏറ്റവും ഇളയ സഹോദരിയെ കൊണ്ടുവന്നു. അവൾ കൂടെ ഉണ്ടായിരുന്നു. അവളെ പഠിപ്പിച്ചു. അവളുടെ വിവാഹം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞേച്ച് 93 ആയപ്പോൾ എനിക്ക് നല്ലൊരു പിന്നെ നല്ലൊരു വീട് വാങ്ങി. ആ സമയമായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് സഹോദരങ്ങളെ കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ മൂത്ത സഹോദരിയുടെ മോളെ ഇവിടെ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവന്നു. ഇളയ സഹോദരി 85 വന്നു. അവൾ വിവാഹം കഴിഞ്ഞ് അവളൂടെ ഉണ്ട്. ഒരു സഹോദരനെ
93 കുടുംബമായി കൊണ്ടുവന്നു. പക്ഷെ ഇതിനോടകം വളരെയധികം രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ എന്താന്ന് ഒരു വിവരവും ഇല്ല. 94 ഹാർട്ട് അറ്റാക്ക് വന്നു. 95 ഹാർട്ടിന് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഇതിലൊന്നും തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വളരെ ദൈവത്തോട് കൂടെ നടന്ന് ദൈവം പിടിപ്പിക്കും എന്നുള്ള ഒരു ചിന്തയും ആ ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടെന്നും ദൈവശക്തി ഉണ്ടെന്നും മനസ്സിലായി. അങ്ങനെ നടന്നിട്ട് പിന്നെ ഹല്ലേലൂയ, സ്തോത്രം, 93 ആ വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ആ വീടിനകത്തുനിന്ന് ലഭിക്കാനിടയായി. പക്ഷെ ഇതൊന്നും എന്താന്ന് മനസ്സിലായില്ല. അങ്ങനെ ഇരുന്ന് ഞങ്ങളെ പിന്നെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. ബിസിനസ് എല്ലാം നടന്ന് ഒരു 98 ആയപ്പോൾ ഒരു സഹോദരിയെ കുടുംബത്തെ കൂടെ കൊണ്ടുവന്നു. 94 ഞാൻ പറഞ്ഞല്ലോ, 94 ഹാർട്ട് അറ്റാക്ക്, 95 ഹാർട്ട് സർജറി, ഇതെല്ലാം കഴിഞ്ഞ് 2000 ആയപ്പോഴത്തേക്ക് മൂത്ത മോന്റെ വിവാഹത്തിന് ഞങ്ങൾ നാട്ടിൽ പോയി. അവിടെ വെച്ച് അവിചാരിതമായിട്ട് ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പുറകെ ഭയങ്കരമായ പ്രശ്നമുണ്ട്, നിങ്ങളെ തകർത്ത് കളയാൻ ശത്രു നിങ്ങളുടെ പുറകെ ഉണ്ട്, നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? അപ്പൊ നമുക്കൊന്നും അറിയാൻ പറ്റില്ല, നാട് വിട്ടിട്ട് വർഷങ്ങളായി, ഒന്നും അറിയത്തില്ല. മോന്റെ വിവാഹം 2000 കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2000 എല്ലാം പിന്നെ മോന്റെ വൈഫിനെയൊക്കെ കൊണ്ടുവന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഹൈസ്കൂളിൽ നല്ല മാർക്ക് മേടിച്ച് പാസ്സായി അന്ന് തുടങ്ങി എന്തോ വിധത്തിൽ എന്നെ തകർക്കാൻ വേണ്ടി ശത്രുവും പ്ലാൻ ഇട്ടു. ആരിൽ കൂടിയാന്ന് എന്താണെന്നും അറിയത്തില്ല, അതൊന്നും മനസ്സിലായില്ല. പല ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വളരെ ഇതിനെ ജയിക്കാം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാമെന്നുള്ള പൂർണ്ണ വിശ്വാസം, ആ വിശ്വാസം ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഒരു ദൈവ പൈതല് ആകുന്നതിന് മുമ്പേ കർത്താവിന്റെ സ്നേഹം എത്ര വലുതെന്നോ ദൈവത്തിന്റെ ശക്തി എന്തെന്നോ ഇത്രയ്ക്കും മനസ്സിലായില്ല. ദൈവമുണ്ടെന്നും ദൈവത്തെ ആരാധിക്കും, ദൈവം നടത്തുന്നു എന്നുള്ളതിൽ കൂടുതലായിട്ട് ദൈവവുമായിട്ടൊരു വലിയ ബന്ധമില്ല, യേശുവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല, ഒരു പിതാവും മക്കളുമായിട്ടുള്ള പിന്നെ ബന്ധമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ കർത്താവിന്റെ കരുതലുമുണ്ട്, ഞങ്ങൾ ജീവിച്ചിരുന്നു. അങ്ങനെ ആമേൻ, സ്തോത്രം. പിന്നെ 1998 3 വലിയ കാർ ആക്സിഡന്റ് ഉണ്ടായി. മക്കൾ രണ്ടുപേരും ഓടിച്ച വണ്ടിക്ക് പിന്നെ ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ വണ്ടിക്ക് തീ പിടിച്ചു. മറ്റേ മോൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഇടിച്ച് നശിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞ് ജോച്ചാന് വീണ്ടും ആക്സിഡന്റ് ഉണ്ടായി. അത് 98 തന്നെ ഒരു മാസം തന്നെ 3 വലിയ ആക്സിഡന്റ്. ഇത് കഴിഞ്ഞ് 2000 ഞങ്ങൾ നാട്ടിൽ വീട് വെച്ചു. ഇതിനോടിടയ്ക്ക് ഞാൻ ചെറുതായിട്ട് എൻ്റെ ഭവനത്തിൽ വീട് വെച്ചു കൊടുത്തു. എല്ലാവരെയും വിവാഹം കഴിക്കാൻ, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ എല്ലാം ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാം ചെയ്തു. ജോച്ചാന്റെ വീട്ടുകാർക്കും സഹോദരങ്ങൾക്കും വീട്ടുകാർക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ആമേൻ, സ്തോത്രം. 2002 വളരെ ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടായി. ഞങ്ങളുടെ ആ വലിയ വീട് പണിയിപ്പിച്ചത് നഷ്ടപ്പെട്ടു. 2003 എനിക്ക് ക്യാൻസർ വന്നു. ബ്രസ്റ്റ് ക്യാൻസർ വന്ന് 2 വർഷം ഭയങ്കരമായി സിക്കായി, വളരെ സീരിയസ് ആയി. ആ സമയത്ത് എനിക്ക് ഈ ക്യാൻസറിനോടനുബന്ധിച്ച് 6 സർജറി ചെയ്യേണ്ടി വന്നു. ടോട്ടൽ എൻ്റെ ശരീരത്തിൽ 16 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ബാക്കിന്റെ വേദന ഒരിക്കലും മാറിയിട്ടില്ല. അങ്ങനെ, സ്തോത്രം. അങ്ങനെ രണ്ടാമത്തെ മോൻ പഠിച്ചുകൊണ്ടിരുന്നു, കോളേജിൽ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. അവന് പഠിക്കാൻ വയ്യെന്നായി. ഇതെല്ലാം വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഇതെന്താ പ്രശ്നം, എന്താ ഇത് ഇങ്ങനെ ഞങ്ങളെ ഫോളോ ചെയ്യുന്നത്? ഒരു വിധത്തിൽ നമുക്കതിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ ഒക്കുന്നില്ല. അങ്ങനെ 2002 പിന്നെ ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഞങ്ങൾ നാട്ടിലൊരു 1.5 ഏക്കർ സ്ഥലവും ഒരു വീടും വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ വീടിനോടടുത്ത്, അത് ഞങ്ങളുടെ കൂടെ നിന്ന വ്യക്തി തന്നെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ, അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങ് എഴുതിയിട്ടു. ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ പേരിലല്ല വാങ്ങിച്ചതെന്ന്. അങ്ങനെ അതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ 2003 ബ്രസ്റ്റ് ക്യാൻസർ വന്ന് 2 വർഷത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. 2019 എന്നാ പറ്റി, ഒരു ദിവസം ഞാൻ വൈകിട്ട് കുളിക്കാൻ കയറിയപ്പോൾ ഭയങ്കരമായിട്ട് ചൊറിയാൻ തുടങ്ങി ദേഹം, ഭയങ്കര നീര് വെച്ച്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അനാഫ്ലാറ്റിക് ഷോക്ക്, എന്തോ സംഭവിച്ചു, എന്തോ ഉറുമ്പ് കടിക്കുകയോ എന്തോ ചെയ്തിട്ട് ഷോക്കായി പെട്ടെന്ന് മരിച്ചു പോകുന്ന അവസ്ഥയിലായി, ICUലായി. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. 2011
മൂത്ത മോനെ ഭാര്യയായിട്ട് പ്രശ്നമായി. ആ വിവാഹമോചനത്തിന് അവർ നോക്കാം. അതൊക്കെ ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു, വളരെയധികം സങ്കടത്തിലാക്കി. ആരും ഞങ്ങൾക്ക് സഹായിക്കാനില്ല. ഞങ്ങൾ കൊണ്ടുവന്നവരോ ഞങ്ങൾക്കുള്ളവരോ ആരും ഒരു വിധത്തിൽ ഞങ്ങളെ സഹായിക്കാനില്ല. ഞങ്ങൾക്ക് ഈ വലിയ ബിസിനസ് ഉണ്ട്, വലിയ വീടുണ്ട്, ചോദിച്ചാൽ നല്ല ജോലിയുണ്ട്. മറ്റുള്ളവർക്ക് ഞങ്ങളോട് ഭയങ്കരമായ അസൂയായി തുടങ്ങി. ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ഘടകം നമ്മൾക്ക് വേറൊരാൾക്ക് അസൂയാകുന്നത്. അസൂയാണ് മനുഷ്യനെ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാന ഘടകം. ഇത് കഴിഞ്ഞ് 2009 തുടങ്ങി ഈ പ്രയാസങ്ങൾ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഒരു പെന്തിക്കോസുകാരി കൊച്ച്, ആ കൊച്ച് ആയിട്ട് പരിചയപ്പെട്ടു. അവൾ കർത്താവിനെ കുറിച്ചും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ ഇതിനോട് പോരാടണമെന്നും പറഞ്ഞ് ദിവസവും എന്നെ വിളിക്കുകയും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഞാൻ ബുക്കുകൾ നിറച്ച് പ്രാർത്ഥനകൾ എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കൊച്ചെന്നെ വളരെയധികം ബലപ്പെടുത്തിയെങ്കിൽ അന്ന് അവള് പറഞ്ഞു, പിന്നെ അമ്മച്ചി എന്നാ വിളിക്കുന്ന, അമ്മച്ചി ഇതുപോരാ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശത്രുവിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോകും. പക്ഷെ നമുക്ക് ആ സമുദായത്തോടുള്ള അല്ലെങ്കിൽ മാതാപിതാക്കളെ പഠിപ്പിച്ചതിനെ ഇട്ടിട്ട് പോരാനുള്ള ആ പ്രശ്നം കൊണ്ട് അതിനെല്ലാം ഞാൻ എതിർത്തു നിന്നു. ആമേൻ, സ്തോത്രം. എന്നാൽ ദൈവത്തോട് സ്നേഹമുണ്ട്, ഭയമുണ്ട്. 2009 ഞങ്ങൾ രണ്ടും കൂടെ ചെറിയൊരു പ്രാർത്ഥന തുടങ്ങി. ഞങ്ങളുടെ ബിസിനസിന്റെ ഒരു മുറിയിലിരുന്ന് ബിസിനസ് അടച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോരുത്തരോരുത്തർ ഞങ്ങളോട് ചേരാൻ തുടങ്ങി. ആ സമയത്ത് വീണ്ടും എനിക്ക് രണ്ടാമത് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്നു. രണ്ടാമത്തെ പ്രാവശ്യം ക്യാൻസർ വന്നു. ആ സമയത്ത് എന്നെ ഡോക്ടർ പറഞ്ഞു, എളുപ്പം പോയി ട്രീറ്റ്മെന്റ് തുടങ്ങിക്കോ, ഇത് വളരെ എളുപ്പം പടരുന്ന രോഗമാണ്, അല്ലെ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു, ഞാൻ ഇനി ട്രീറ്റ്മെന്റ് എടുക്കത്തില്ല, കീമോതെറാപ്പിയും റേഡിയേഷനും എനിക്ക് വയ്യ. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 6 ഓപ്പറേഷനും 11 കീമോതെറാപ്പിയും, അതായത് 1 വർഷത്തെ 1.5 വർഷം കീമോതെറാപ്പിയും 35 റേഡിയേഷനും എടുത്തു. ആ സമയത്ത് എൻ്റെ ശരീരത്തിലെ തൊലി മുഴുവൻ പോയി. അതിന്റെ റിയാക്ഷൻ കൊണ്ട് വായിലും മൂക്കിലും എല്ലാം തൊലി പോയി. ഒരക്ഷരം ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ മേലാത്ത അവസ്ഥയായി. അത്രയധികം സിക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ഇത് എടുക്കാൻ വയ്യ, മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ. അങ്ങനെ ഇരുന്ന സമയത്ത് അപ്പോഴേക്ക് ഈ പ്രാർത്ഥന തുടങ്ങിയോണ്ട് ദൈവത്തിലുള്ള വിശ്വാസം കുറെ കൂടെ വർദ്ധിച്ചു. ഞാൻ എൻ്റെ കുടുംബത്തോട് പറഞ്ഞു, ഞാനൊരു മുറി പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പോവാം, നിങ്ങൾ എന്നെ ഒന്നിനും വിളിച്ചേക്കരുതേ, ഞാൻ അവിടെ നിന്ന് ദൈവവുമായിട്ട് സംസാരിക്കട്ടെ. ഞാൻ മുറി അടുത്തിരുന്ന് 7 ദിവസം തുടർച്ചയായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. 7 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ കാണുന്ന ഒരു കാഴ്ച, സ്വർഗത്തിൽ നിന്നൊരു കൈ വന്നിട്ട് കയ്യിലൊരു കളർ പെൻസിൽ കൊണ്ട് എൻ്റെ എക്സ്റേ കാണിച്ച ആ ക്യാൻസർ മുഴുവൻ മായ്ച്ചു കളഞ്ഞു. ഇത് മായ്ച്ചു കളഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ തൊട്ടു, ദൈവം എൻ്റെ രോഗത്തെ മാറ്റി. ഉടനെ ഞാൻ അടുത്ത് കാണുന്ന ഒരു കമ്പ് വന്നിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം കിള്ളി വെളിയിൽ എറിഞ്ഞു കളഞ്ഞു. അപ്പൊ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായി എൻ്റെ രോഗസൗഖ്യമായെന്നെ. ഉടനെ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. അവര് വളരെയധികം നിർബന്ധിച്ചു ട്രീറ്റ്മെന്റ് എടുക്കാൻ. ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊരു ബയോപ്സി എടുക്കാൻ പറഞ്ഞു. ബയോപ്സി എടുത്ത് നോക്കിയപ്പം ക്യാൻസർ ഇല്ല, നെഗറ്റീവ് എന്ന് റിപ്പോർട്ട് വന്നു. ആമേൻ, സ്തോത്രം. പക്ഷെ ബയോപ്സി എടുത്ത സമയത്ത് വേറൊരു പ്രശ്നം ഉണ്ടായി. എനിക്ക് ഈ ബയോപ്സി എടുത്ത സമയത്ത് വേറെ ഒരു ലാക്റ്റിമൽ ഡക്ട് എന്ന് പറയുന്ന നമ്മുടെ സ്ത്രീകൾക്കുള്ള ബ്രസ്റ്റിലേക്കുള്ള ഒരു നരമ്പ, അതേ പിടികൂടി അത് വലിച്ചു പറിച്ചു. അതോടെ ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് ഇൻഫെക്റ്റഡ് ആയി. പിന്നെ അതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഭയങ്കരമായിട്ട് ഇൻഫെക്റ്റഡ് ആയിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയി. വളരെയധികം തകർന്ന് അങ്ങ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പണം കൊണ്ടും ധനം കൊണ്ടും എല്ലാം ഭയങ്കര തകർന്ന് പലരുടെയും പുറകെ നടന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, ഇതെന്താ ഇങ്ങനെ? ആരും തന്നെ ഞങ്ങളെ സഹായിക്കാൻ റെഡിയായില്ല. 2011 മോന്റെ വിവാഹമോചനവും കൂടി ആയപ്പോൾ വളരെ പ്രയാസത്തിലായി. 2 കുഞ്ഞുങ്ങളുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വളരെ ഭാരപ്പെട്ട സമയത്ത്, ആ സമയത്ത് 2012 ഒരു വലിയ സംഭവം നടന്നു. ഞങ്ങൾ രണ്ടുപേരും സമുദായത്തിലാണല്ലോ. കുർബാന കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കാണുക. കർത്താവ് യേശു ക്രൂശിൽ കടന്നുകൊണ്ട് മുൾക്കിരീടം തലയിലുണ്ട്, രക്തം മുഖത്തൂടെ വാർന്നൊഴുകുന്നുണ്ട്. തല ഇങ്ങനെ ചിരിക്കുകയും മെടിക്കുകയും ചെയ്തു വളരെ ശക്തമായിട്ട് എന്നെ നോക്കിയിട്ട് പറയുക, ഇത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാ, ഇത് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ, ഇത് നിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ചെയ്തതാ, ഇത് നിന്നെ വിടിപ്പിക്കാൻ ചെയ്തതാ.
കുർബാന കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ കാഴ്ച കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ്, ഇതെന്തോ കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത്, ഇതെന്തോ കർത്താവേ. ആ സമയം ഞാൻ ഒന്നും ശ്രദ്ധിക്കാതെ ഞാൻ എളുപ്പം വെളിയിൽ വന്ന് കാറേ വന്നിരുന്നു. ആ സമയത്ത് ജോജാനെ മധുവായി വെച്ച് ദൈവം തൊട്ടു. നീ ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ, ആരും സുവിശേഷം വരാതെ, ആരും നിർബന്ധിക്കാതെ ഞങ്ങൾ രണ്ടുപേരുടെ ആ ഓർത്തഡോക്സ് ചർച്ച് വിട്ട് ഇറങ്ങിപ്പോന്നു. ഈ പിന്നെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പോരുമ്പം ഞാൻ ചോദിച്ചു, ഇനി നമ്മൾ എങ്ങോട്ട് പോകും? ജോജാൻ എന്നോട് ചോദിച്ചു, ഇനി നമ്മൾ എവിടെ പോകും? നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന ഓർത്തഡോക്സ് വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു, വിളിച്ചിറക്കിയ ദൈവമാണെങ്കിൽ വഴിയും ദൈവം തുറന്നോളാം, നമ്മൾ ഇനി തിരിച്ചങ്ങോട്ടില്ല. ഞങ്ങൾ പോന്നു കഴിഞ്ഞ് അധികം ദിവസം ആകുന്നതിന് മുമ്പേ ഇവിടെ ഒരു ചെറിയ കൺവെൻഷൻ നടക്കുകയാണെന്ന് പറഞ്ഞൊരു ഒരു യങ് പാസ്റ്റർ ഞങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുപോയി ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വന്നു. അദ്ദേഹം ഒട്ടിക്കാൻ വന്നപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ കൺവെൻഷന് പോവാം. അപ്പം എനിക്ക് ഇതിനോടൊക്കെ വിരോധമായിരുന്നു. കാരണം ഞാൻ അറിയമില്ലായ്മയുടെ കുറവുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ആരെയും ഇതിനോട് എതിർക്കുന്നത്. വചനം വായിച്ച് മനസ്സിലാക്കിയാലേ ഈ പറയുന്നത് നമ്മളെ പെന്തിക്കോസിൽ കൊണ്ടുപോകാനല്ല, സാത്താന്റെ കരകളിൽ നിന്ന് വിടുവിക്കാനും പാപത്തിൽ നിന്ന് വിടുവിക്കാനും നമ്മൾക്ക് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ, നരകത്തിൽ നിന്ന് വിടുവിക്കാനാണ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതെന്നും യേശുവിനോട് ചേരുവാനാണ് സ്നാനം വെക്കുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ സത്യം മനസ്സിലാക്കിയാൽ നമ്മൾ ഇതിനോട് എതിർക്കത്തില്ല. അന്ന് സത്യം മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറയുമ്പോൾ അവർ നമ്മളോട് എതിർത്തിരുന്നത്. അവരുടെ വിചാരിക്കുന്നത് ഇവര് നമ്മളെ പെന്തിക്കോസിൽ കൊണ്ടുപോകാൻ പോവുകയാണ്, അതുകൊണ്ട് എന്തോ ഒരു വലിയ നഷ്ടം വരാൻ പോകുന്നു. ദൈവമക്കളെ, ഒരു ദൈവ പൈതലായി ജീവിക്കുന്നതിനേക്കാൾ വലിയ ഒരു ലാഭം ലോകത്തിലില്ല. അതിൽ വലിയ ധന്യമായ ഒരു അവസ്ഥയില്ല. ഒരു രാജാക്കന്മാരെക്കാൾ പദവിയാണ് നമ്മളൊരു ദൈവ പൈതലെ, അതായത് സർവത്തെ സൃഷ്ടിച്ച ദൈവം നമ്മളെ മകളെ മകനെ എന്ന് വിളിക്കുവാൻ തക്കോണം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും നമ്മുടെ അകൃത്യങ്ങൾക്കും വേണ്ടി ആ പാപയാഗമായി തീർന്ന് നമ്മളെ വിടുവിച്ചെടുത്ത് ദൈവ പൈതലാക്കി തീർത്ത് അവന്റെ രക്തത്താൽ നമ്മളെ കഴുകിയെടുത്ത് അവന്റെ വചനത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് അവന്റെ ആത്മാവിനാൽ നമ്മളെ നിറച്ച് അവനോട് കൂടി നടക്കുവാൻ, അവന് വേണ്ടി ജീവിക്കുവാൻ, അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, നിത്യതയിൽ എത്തിച്ചേരുവാൻ തന്നിരിക്കുന്ന ഈ മഹാഭാഗ്യത്തേക്കായി വേറൊരു ഭാഗ്യമില്ല. ഇത് മനസ്സിലാക്കി സ്വന്തമായി വേദപുസ്തകം വായിച്ച് ദൈവവുമായി ഇടപെടാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി. 2012 അങ്ങനെ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ ഒന്നിച്ചാ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രണ്ടുപേർക്കും ഞങ്ങളോട് സ്വല്പം നീരസമായി. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, വേണ്ട, വിഷമിക്കേണ്ട, കാരണം ദൈവം അവരെയും ഇതുപോലെ പിടിച്ചോളും. അവർ നിൽക്കുന്നിടത്ത് അവരെ നിർബന്ധിക്കുന്നു. ഞാൻ എപ്പോൾ കിട്ടിയാലും സുവിശേഷം പറയും, കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അവർക്ക് വിരോധമില്ല. എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയെടുക്കുകയും ചെയ്യും, എല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്നാലും ആരെയും നിർബന്ധിക്കാതെ ദൈവം തമ്പുരാൻ കൊണ്ടുവന്നോളും. നമ്മൾ അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുക, അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ചെയ്തു കൊടുക്കുക. ഇത് ചെയ്താൽ തന്നെ അവർക്ക് നമ്മുടെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് അവർ അടുത്ത് വരും. ആമേൻ, സ്തോത്രം. അങ്ങനെ ആ 2000 ഞങ്ങളെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഞാൻ സ്നാനപ്പെടാൻ തുടങ്ങി. ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്നാനപ്പെടുന്നതിന് ഒരു കുറച്ച് ദിവസം മുമ്പേ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി എന്റെ പുറകിൽ ആരോ നിൽക്കുന്നെന്ന്. ഞാൻ തിരിഞ്ഞു നോക്കി, എന്നെ ഉന്തി താഴെ ഇട്ടു എന്റെ മുഖം ചെന്ന് പിന്നെ സിമെന്റ് തറയിലടിച്ച് മുഖം മുഴുവൻ പൊട്ടി രക്തം ഒഴുകാൻ തുടങ്ങി. ഇവര് വന്ന് കണ്ടപ്പോൾ ഞാൻ മരിച്ചു പോയെന്ന് ഓർത്തു. ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോയ വഴിക്ക് ഞാൻ പറഞ്ഞു, ഇല്ല, എന്നെ ശത്രുവിന് തോൽപ്പിക്കാൻ ഒക്കത്തില്ല, എന്നെ തകർക്കാൻ ഒക്കത്തില്ല, ഞാൻ സ്നാനപ്പെടാതിരിക്കാൻ ചെയ്തതാ. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞിന്റെ മുഖം മുഴുവൻ ആകെപ്പാടെ പോയി, എല്ലാ എല്ലുകൾ ഒടിഞ്ഞു പോയി. ഇനി മുഖം രണ്ടാമത് റിപ്പയർ ചെയ്താലേ ശരിയാകത്തുള്ളൂ. ഞാൻ ദൈവമക്കളെ, ഞാൻ പിന്നെ ഹോസ്പിറ്റൽ ബെഡേ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പാ, എന്റെ മുഖം വിദൂരമായി തീരരുത്, എന്നെ സഹായിക്കണം. എന്തു പറ്റി? അവരെല്ലാം തുടച്ചു കഴിഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ മൂക്കൊടിഞ്ഞതല്ലാതെ നെറ്റിയിൽ ഒരു വലിയ കട്ടുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. ദൈവം അവിടെ വെച്ച് എന്റെ പ്രാർത്ഥന കേട്ട് സൗഖ്യമാക്കി. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വീണ്ടും ഞാൻ കടയിൽ വന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചപ്പോൾ അതിനു മുമ്പ് ഞാൻ ദൈവസന്നിധിയിൽ ഒരു സത്യം ചെയ്തു. ഞാൻ മുട്ട കുത്തി എന്റെ അടുക്കളയിൽ ഇരുന്ന് ഞാൻ പറഞ്ഞപ്പാ, ഞാൻ അങ്ങേ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, ഞാൻ അങ്ങയോട് ചേരുവാൻ സ്നാനം എടുക്കാൻ പോവാ, ഞാൻ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യുക. 4 കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഞാൻ വളരെ പ്രാർത്ഥനയോടെ ഞാൻ ദൈവത്തോട് 4 കാര്യം പറഞ്ഞു. 1,
സ്വർഗത്തിൽ എന്നാക്ക കൃപകളും കൃപാവരങ്ങളും ഉണ്ടോ, ശ്രേഷ്ഠവരങ്ങളുണ്ടോ, അത് മുഴുവൻ എനിക്ക് തന്നു നിറയ്ക്കണം. അത് മുഴുവൻ ഞാൻ അങ്ങയുടെ നാമമഹത്വത്തിനായി ഉപയോഗിക്കും, മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കും. ഇത് മുഖാന്തരം ഒരു പൈസ പോലും ഞാൻ ലാഭം ഉണ്ടാകത്തില്ല, ധനം ഉണ്ടാക്കത്തില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. 2, ഞാൻ എൻ്റെ തലയിൽ ഒരു കൊട്ട വെക്കുക. കൊട്ട നിറച്ച് പ്രാർത്ഥനാ വിഷയം എനിക്ക് തരണം. ആ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓരോന്നെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് അതിന് മറുപടി കൊടുക്കണം. എൻ്റെ കൊട്ട ഒരിക്കലും എംപ്റ്റി ആയി പോകരുത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന്, പിന്നെ 3, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഒരു ചുവട് ഞാൻ മാറിയെങ്കിൽ അന്ന് എന്നെ സ്വർഗത്തിലേക്ക് എടുത്തോണം, ഭൂമിയിൽ എന്നെ വിട്ടേക്കരുത്. 4, എന്നിൽ നിന്ന് എന്നെ എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. എന്നിൽ ഞാൻ കാണരുത്, എൻ്റെ സ്വഭാവം കാണരുത്, എൻ്റെ ചിന്തകൾ കാണരുത്. കർത്താവായ യേശു ആയിരിക്കണം എന്നെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവിലായിരിക്കണം എന്നെ നടത്തപ്പെടുന്നത്. അങ്ങനെ കർത്താവുമായൊരു വലിയ പ്രോമിസ് ചെയ്തിട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഒരു ചെറിയ ചർച്ചിൽ പോയി തുടങ്ങി 2012. ആ സമയത്ത് ഈ ചെറിയ ചർച്ചിൽ പൊക്കോണ്ടിരുന്നപ്പോ 2013 ഞാൻ ഇന്ത്യക്ക് പോകാനിടയായി. ഇന്ത്യയിൽ ചെന്നു. ഞാൻ പറഞ്ഞല്ലോ 32 വർഷമായി വളരെ ഹെവി ഡോസ് വലിയ പെയിൻ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ മരുന്ന് തീർന്നു പോയി. അവിടെ ചെന്ന് ഡോക്ടറോട് ചോദിച്ചു, പറഞ്ഞു, ഇത്രയും വലിയ മരുന്ന് നീ എടുത്ത് എങ്ങനെ ജീവിക്കുന്നത്? എന്റെ തലച്ചോറ് മുഴുവൻ ചത്തോണ്ടിരിക്കുക, ഇനി അത് എടുക്കരുതെന്ന് പറഞ്ഞു. എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, ഇതിന് പകരമായിട്ട് ഒന്നും തരാനില്ല. അന്ന് ഞാൻ എൻ്റെ മുറി വന്ന് ഈ 32 വർഷം ഉപയോഗിച്ചിരുന്ന മരുന്നിന്റെ കുപ്പിയെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇനി ഞാൻ ഇത് എടുക്കത്തില്ല. അങ്ങക്ക് എന്നെ രോഗം സൗഖ്യമാക്കാൻ വയ്യെങ്കിൽ, എന്റെ വേദനകളെ എടുത്ത് മാറ്റാൻ വയ്യെങ്കിൽ, ഇനി ഞാൻ ഒരിക്കലും ഈ മരുന്ന് എടുക്കത്തില്ല. ഞാൻ ഈ വേദന കൊണ്ട് മരിച്ചാലും ഇനി ഒരിക്കലും ഞാൻ മരുന്നെടുക്കുക സത്യം ചെയ്തു. അന്ന് രാത്രി കിടന്നുറങ്ങി. പിന്നെ ഒരിക്കലും ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് എടുത്തിട്ടില്ല. 2013 ഫെബ്രുവരി 9. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഞാൻ തന്നെ യാത്ര ചെയ്ത് ചെന്നൈയിൽ വന്ന് അവിടെ എയർപോർട്ടിൽ വന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് കയറാൻ പോകുന്ന സമയത്ത് എൻ്റെ കാല് തെറ്റി. ആ സമയത്ത് വീണ്ടും എൻ്റെ നടുവിന് പ്രശ്നമായി. അതിവേദന കൊണ്ട് ഞാൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നു. അവര് എന്നെ കൊണ്ട് ഡോക്ടറെ കാണിച്ചു. പിന്നെ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ ചെന്ന് അവർ MRI എടുത്തു, സ്കാൻ ചെയ്തു. പറഞ്ഞിട്ട് 2 സൈഡിലെയും ഡിസ്ക് റപ്ചർ ആയി പോയി, നിനക്ക് വലിയ ഓപ്പറേഷൻ വേണം. അപ്പോൾ അതുവരെയും ചെയ്തതെല്ലാം വെറുതെയായി. നേരത്തെ ചെയ്തതിന് മേളിലുള്ള വെർട്ടിബ്ര വിട്ടുപോയി. അവിടെ അവർ അഡ്മിറ്റ് ആക്കി. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ വിളിച്ചു പറഞ്ഞു, വരാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങ് വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. വലിയൊരു ഓപ്പറേഷൻ. പുറത്ത് ടൈറ്റേനിയം സ്ക്രൂസും പ്ലേറ്റും മെറ്റൽ റോഡും സ്റ്റേപ്പിൾസും ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ മരിച്ചുപോയി. മരിച്ച് സ്വർഗത്തിൽ പോയി. പക്ഷെ മരിച്ച വിവരം ഞാൻ അറിയുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവർ മരിച്ചെന്ന് സർട്ടിഫൈ ചെയ്തു, മരിച്ചുപോയി എന്ന് സർട്ടിഫൈ ചെയ്തു. ഇവിടുത്തെ ഒരാൾ അവിടെ വന്ന് അങ്ങനെ നടന്നെങ്കിൽ അവർക്ക് എംബസിയിൽ അറിയിക്കാതെ ബോഡി മാറ്റാൻ ഒക്കത്തില്ല. അവരതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര അതിശയായപ്പോ എന്നോട് ചോദിച്ചു, നീ ആരാ, ഇതെന്താ സംഭവിച്ചത്? എനിക്കും മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇത്രയും വലിയ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഒരു പെയിൻ മെഡിസിൻ കൊടുത്തേക്കരുത്, യാതൊരു വിധത്തിലുള്ള മരുന്നും കൊടുക്കരുത്, ഇവളുടെ ഹാർട്ട് പിന്നെ നിന്ന് പോകും. ഇത് കേട്ടപ്പോൾ എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, നിലവിളിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കിടന്ന് നിലവിളിക്കുക, കർത്താവേ ഞാൻ എങ്ങനെ ഇതിനപ്പുറം കിടക്കും, എന്റെ ദൈവമേ എന്നെ അങ്ങ് എടുക്കണം, ഞാൻ മരിച്ചത് അറിയുന്നില്ലല്ലോ, കർത്താവേ എനിക്കങ്ങ് സ്വർഗത്തിൽ പോന്നാൽ മതി, എനിക്ക് ഈ വേദന കൊണ്ട് ജീവിക്കാൻ വയ്യ. ആ സമയത്ത് കർത്താവിന്റെ അടുക്ക് വീണ്ടും വന്നു. എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഈ കൃപ തന്നിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കുക, നിന്റെ വേദന വിട്ടുമാറും. ആ പറഞ്ഞ സമയത്ത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, കർത്താവിനോട് സംസാരിക്കുന്നു, കർത്താവിന്റെ അടുക്ക് വന്നു, നീ പ്രാർത്ഥിക്കുക, നിന്റെ വേദന വിട്ടുമാറും എന്ന് പറഞ്ഞു. എന്റെ ദേഹത്ത് കൈവച്ചു. ഞങ്ങൾ രണ്ടുപേരുടെ പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് കൊണ്ട് എന്റെ വേദന പരിപൂർണമായി മാറിപ്പോയി കഴിഞ്ഞ ഉടനെ സ്തോത്രം. അത് കഴിഞ്ഞ് വലിയ ഓപ്പറേഷൻ കഴിഞ്ഞേച്ച് ഒരു വേദനയുടെ മരുന്ന് എടുക്കാതെ കിടക്കുക. നേരം വെളുത്തപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്, ഞാൻ എന്ത് ചെയ്തു, എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു പറഞ്ഞപ്പോ പറഞ്ഞു, നീ മരിച്ചുപോയി, നീ കുറെ കഴിഞ്ഞാ തിരിച്ചു വന്നത്, ഇനി എന്തെങ്കിലും തന്ന ഇനി മരിച്ചു പോകും, ഞങ്ങൾക്ക് തീർച്ചയായിരുന്നു, അതുകൊണ്ടാ തരാതിരുന്നത്. ആ സമയത്താണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ കണ്ടത് സ്വപ്നമല്ല, ഞാൻ യഥാർത്ഥമായി സ്വർഗത്തിൽ പോയതും സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കൽ ചെന്നതും ആ ഗേറ്റിങ് വെച്ച്, ഹെവനിലേക്ക് കയറുന്നതിന്റെ ഗേറ്റിങ് വെച്ച് വലിയൊരു പ്രകാശം എന്നെ അവിടെ വെച്ച്
നെള്ളിട്ടു. കർത്താവായ യേശു എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, നിന്റെ സമയമായിട്ടില്ല. ഞാൻ നിന്നെ എന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ നീ തിരിച്ചു പോകും. ആ സമയത്തെ ഒരു ചെറിയ ഒരു കൊച്ചു പറന്നു പോരുന്നത് പോലെ അന്തരീക്ഷത്തിൽ കൂടെ പറന്ന് ഞാൻ എൻ്റെ ശരീരത്തിൽ വന്ന് കയറി. ആ സമയത്താണ് ഞാൻ ഉണരുന്നത്. അപ്പോഴാ മനസ്സിലായി യഥാർത്ഥമായി ഇത് മരിച്ചതായിരുന്നല്ലോ എന്നുള്ള വിവരം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, നീ മരിച്ചത് പോയതായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെയിൻ മെഡിസിൻ ഒന്നും തരാൻ പറ്റില്ല. ദൈവമക്കളെ, ബാക്കി നടന്നത്, ആമേൻ സ്തോത്രം, പിറ്റേ ദിവസം തൊട്ട് എനിക്ക് വേദനയേ ഇല്ല. മൂന്നാമത്തെ ദിവസം തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവര് പറഞ്ഞില്ല, നീ തന്നെ നടന്നാൽ എന്റെ ജോലി പോകും. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ആരുടെ സഹായം വേണ്ട. ആമേൻ സ്തോത്രം. അതുപോലത്തെ ഒരു അമിതമായ ശക്തി എന്റെ ശരീരത്തിൽ ദൈവം തന്നു. എനിക്ക് വേദനയുടെ മരുന്ന് വേണ്ട, എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതുമായിട്ട് പോലും തോന്നുന്നില്ല. ആ സമയത്ത് എന്നെ അവിടെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ചോദിച്ചു, ഇതെന്താ നിനക്ക് സംഭവിച്ചത്? ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറയാൻ ഇടയായി തീർന്നു. അദ്ദേഹം യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബവും രക്ഷയിലേക്ക് തീരാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ 13 ദിവസമായപ്പോ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് പതിവ് പോലെ തന്നെ, പഴയതുപോലെ തന്നെ ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുക. 2014 ഫെബ്രുവരിയിൽ എനിക്ക് ന്യൂമോണിയ പിടിച്ചു. ന്യൂമോണിയ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, കൂടുതലായി. ആ സമയം പിന്നെ എൻ്റെ ബ്ലഡ് ഷുഗർ ഒത്തിരി ഹൈയായി. അത് കൺട്രോളായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ പനിയും കിളുകിടുപ്പും തുടങ്ങി. പെട്ടെന്ന് അങ്ങ് ബോധമില്ലാതാകുന്ന, ഓർമ്മയില്ലാതാകുന്ന പോലെ ആയി. തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോഴാണ് അറിയുന്നത് എനിക്ക് സെപ്റ്റിസേമിയായി. ശരീരത്തിലെ സകല അവയവങ്ങളും നിന്നു പൊയ്ക്കൊണ്ടിരിക്കുക. ബ്ലഡ് പ്രഷർ 29, അളക്കാൻ വയ്യാതായി. ആ സമയത്ത് ജോച്ചാനെ വിളിച്ച് ചാപ്പലിൽ വിളിച്ചു വേറൊരു മുറി കൊണ്ടുവച്ച് പറഞ്ഞു, നിന്റെ ഭാര്യ മരിക്കുക, ഇന്ന് രാത്രി മരിച്ചു പോകും. ഇവിടെ ഞങ്ങളൊരു വെന്റിലേറ്റർ ഇടാൻ പോവുക. ഫ്യൂണറൽ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തു. എൻ്റെ മക്കളെയും വിളിച്ചു, എല്ലാവരെയും വരുത്തിക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇരുന്നുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, കഴിഞ്ഞ ഡോക്ടേഴ്സ് എല്ലാം എൻ്റെ മേലുണ്ടായിരുന്ന IV എല്ലാം എടുത്തു കളഞ്ഞു, ഓക്സിജൻ എല്ലാം കഴിഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരി അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ഞാൻ അവളോട് ചോദിച്ചു, എന്നാ കുഞ്ഞെ സംഭവിച്ചത്? അന്നേരം പറഞ്ഞു, അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഓർത്ത്, ഇവരീ പറഞ്ഞല്ലേ, എന്നോടാണല്ലോ പറഞ്ഞത്, ഞാനാണല്ലോ മരിക്കുന്നയാളെന്ന്. അപ്പോഴെനിക്ക് ബോധം ഉണ്ടായേ. ഉടനെ ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പാ, എന്റെ സമയം കഴിഞ്ഞെങ്കിൽ ഞാൻ ഭവനത്തിൽ വരാൻ റെഡിയാ. കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞല്ലോ, നിന്നെ ഞാൻ എന്റെ വേലയ്ക്ക് വിളിച്ചതാന്നേ. എന്റെ വേല തികഞ്ഞെങ്കിൽ ഞാൻ വീട്ടിൽ പോരാൻ റെഡിയാ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ സമയത്ത് കർത്താവിന് മഹത്വം. ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നു, എത്രമാത്രം കരുതുന്നു. ആ സമയത്ത് എന്നോട് പറയാ, ഞാൻ തച്ചനാണ്, ഞാൻ നിനക്ക് പുതിയ അവയവങ്ങളെ തരും. ആമേൻ സ്തോത്രം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് തോന്നുന്നതായിരിക്കും. ഞാൻ വീണ്ടും പറഞ്ഞു, കർത്താവേ, അവിടുന്ന് എന്നോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കണം. അപ്പൊ പറഞ്ഞു, ഐ ആം ദ കാർപ്പന്റർ, ഐ വിൽ ഗിവ് യു ന്യൂ ഓർഗൻസ്. ദൈവമക്കളെ, അത് കഴിഞ്ഞ ഉടനെ ആ ഡോക്ടേഴ്സിൽ ഒരാൾ എന്നോട് വന്നിച്ച് പറഞ്ഞു, എനിക്ക് നിന്നെ ഇങ്ങനെ മരിക്കുന്നത് കാണാൻ വയ്യ. ഞാൻ നിന്റെ പെടലി കഴിച്ച് ഒരു കാത്തറ്റർ ഇട്ട് നിന്റെ ഹാർട്ടിലോട്ട് വെച്ചാലും മരുന്നൊന്നു പുഷ് ചെയ്ത് നോക്കുക. ബ്ലഡ് പ്രഷർ ഹൈ ആവുകയാണ്, നീ രക്ഷപ്പെടും. നിന്റെ ഹാർട്ട് ബീറ്റ് ശരിയാകുകയാണ്, നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പം കുറേശ്ശെ ജീവൻ വെച്ചു. 10 ദിവസം ICU കടന്നു, അവിടുന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞേച്ച് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും കർത്താവ് ഓരോ വിധത്തിൽ സംസാരിക്കാൻ തുടങ്ങി. വചനത്തിൽ പറഞ്ഞു നമ്മളെ ഉറപ്പിക്കാൻ തുടങ്ങി. പിന്നെ കർത്താവ് സംസാരിക്കുന്നു എന്ന് മനസ്സിലാകാൻ തുടങ്ങി. വചനം വായിച്ചാൽ മതിയാകത്തില്ല, സുവിശേഷം പറഞ്ഞാൽ മതിയാകത്തില്ല, മറ്റുള്ളവരോട് സ്നേഹിച്ച് മതിയാകത്തില്ല. അപ്പൊ വലിയൊരു മാറ്റം നമ്മളങ്ങുണ്ടായി, വലിയൊരു മാറ്റം. അങ്ങനെ കഴിഞ്ഞ് 2015 ഞങ്ങൾ രണ്ടുപേരും ബൈബിൾ കോളേജ് ചേർന്നു. ഞാൻ തിയോളജിയുടെ BTH എടുത്തു. ജോയിച്ചാൻ 2 വർഷത്തെ കോഴ്സ് എടുത്തു. അങ്ങനെ ഇരിക്കെ 2016 കർത്താവ് വീണ്ടും ഞങ്ങളുടെ ഇടയ്ക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ 2016 ജൂൺ 25 ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പം, സ്തോത്രം, ആ സമയത്ത് എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ, എനിക്ക് മനസ്സിലായി, എൻ്റെ അടുത്തൊരാൾ വന്ന് നിൽക്കുന്നു. എന്നോട് പറഞ്ഞു, നീ ഒരു പ്രാർത്ഥനാലയം തുടങ്ങണം. അത് സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അവിടെ വരുന്ന രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും, മരിച്ചവരെ ഉയർപ്പിക്കണം. ആമേൻ. ബലഹീനരെ ബലപ്പെടുത്തണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ദൈവരാജ്യം പ്രസംഗിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, ഇതൊന്നും എനിക്കറിയത്തില്ല,
എന്നെ തന്നെയാണോ തെരഞ്ഞെടുത്തതോ ആള് മാറിപ്പോയതാണോ? എനിക്കിതൊന്നും അറിയത്തില്ല. അങ്ങ് പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് എന്നോട് പറഞ്ഞു, നീ ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം അതിന്റെ പിന്നെ 2 വാക്യം വായിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് യാക്കോബ് അവിടെ വെച്ച് പിന്നെ ദൂതന്മാരെ കണ്ടു കുട്ടി എന്നുള്ള ആ ഭാഗം വായിച്ചു. അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രിക്ക് ഗോഡ്സ് ക്യാമ്പ് എന്ന് പേരിട്ടു. ഗോഡ്സ് ക്യാമ്പ് എന്ന് കർത്താവ് തന്നെ തന്ന, അല്ലെങ്കിൽ മഹനയും നായന്റെ ഒറിജിനൽ നെയിം, പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്ത് ദൈവത്തിന്റെ സേന ഗോഡ്സ് ക്യാമ്പ് എന്ന് പേരിട്ടു. അത് കഴിഞ്ഞേച്ച് ഞങ്ങൾ രണ്ടുപേരും ഇതേപ്പറ്റി സംസാരിക്കും. ഞങ്ങൾ പറഞ്ഞു നമുക്കിത് അറിയത്തില്ല എങ്ങനെയാ ചെയ്യുന്നത്, അതവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ 2019 ആയപ്പോഴത്തേക്ക് കർത്താവ് ഞങ്ങളെ ഇരുത്തത്തില്ല. ഞങ്ങൾ ആ പൊക്കോണ്ടിരുന്ന സഭയിലെ 2018 കർത്താവ് പറഞ്ഞു, നീ ഇവിടുന്ന് ഇറങ്ങണം, എനിക്ക് അവിടെ ഇരിക്കാനൊക്കത്തില്ല. ആ സഭയിലുള്ളവർക്ക് പോലും എന്നോട് വിരോധമായി തുടങ്ങി. എന്തോ പറഞ്ഞാൽ വെളിപ്പാടും ദർശനവും ഉണ്ടാവുമ്പോൾ അത് പറഞ്ഞാൽ അവർക്കത് അസ്വസ്ഥയായി തുടങ്ങി. ആന്റിക്ക് മാത്രമേ വെളിപ്പാടുള്ളൂ, ആന്റിക്ക് മാത്രമേ ദർശനം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥപ്പെട്ടു. ആ സമയത്ത് ഞാൻ ചോദിച്ചു ഇതെന്താ എനിക്ക് സംഭവിക്കുന്നത്, ഇതെന്താ ഞാൻ പോകുന്നിടത്തല്ല എനിക്ക് ഇത്രയും കഷ്ടം ഉണ്ടാകുന്നത്, എന്താ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞിട്ട് നമ്മൾ ഇനി എങ്ങോട്ട് പോകാൻ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടാക്കി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇദ്ദേഹത്തെ കൂടെ എന്റെ കൂടെ ഇറക്കി തന്നാലേ എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ഒരു ചെറിയ കാര്യം ഉണ്ടായി, അദ്ദേഹം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഞങ്ങൾ 2019 ഞങ്ങളുടെ മിനിസ്ട്രി തുടങ്ങി. അമേൻ സ്തോത്രം. അങ്ങനെ ഇരുന്ന് മിനിസ്ട്രി ആ സമയത്ത് 2020 ആയപ്പോൾ കോവിഡ് തുടങ്ങി. അപ്പൊ ഞങ്ങൾ തുറന്ന പ്രാർത്ഥനാലയം ആൾക്കാർക്ക് വരാൻ വയ്യുന്നായി. ഞങ്ങൾ അങ്ങനെ സൂം മീറ്റിംഗ് തുടങ്ങി. പിന്നെ ഫോണിൽ കൂടെ സൂം മീറ്റിംഗ് തുടങ്ങി. പിന്നെ അങ്ങനെ ഇന്ത്യയിലും ലോകത്തിൽ പലയിടത്തുനിന്ന് ആൾക്കാർ കയറുന്നു, അനുഭവ സാക്ഷ്യങ്ങൾ പറയും, വചനം ശുശ്രൂഷിക്കും, അനേക രക്ഷയിലേക്ക് വരാൻ തുടങ്ങി. ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കൊടുത്ത നാട്ടിൽ പലരും ആമേൻ സ്തോത്രം രക്ഷയിലേക്ക് വരാൻ തുടങ്ങി. അവരെ അടുത്തുള്ള ഒരു ചർച്ചിലേക്ക് അയക്കും. അവരവിടെ പോയി സ്നാനപ്പെട്ട ആ സഭയോട് ചേരും. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2020 ജൂലൈ 3 രാത്രി 3 മണിക്ക് കർത്താവിന്റെ അടുക്ക വന്നു. അമ്മേൻ സ്തോത്രം. ഉറങ്ങിക്കിടന്ന് ഞങ്ങൾ രാവിലെ ഒരു 6-6:30 എഴുന്നേറ്റ് അപ്പോൾ തുടങ്ങി എനിക്ക് ഫോൺ കോൾ വരാൻ തുടങ്ങും, ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കും. അത് വെച്ച് പ്രാർത്ഥിക്കും, ദൈവം അവർക്ക് വിടുതൽ കൊടുക്കും. അങ്ങനെ പകല് ഒരു നല്ല സമയവും ഞങ്ങൾ പ്രാർത്ഥനയിലോ വചനം വായനയിലോ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരിക്കും. അന്ന് രാത്രി കിടന്നപ്പോ 12:30 3 മണിയായപ്പോ കർത്താവ് അടുക്ക വന്നിച്ച് പറഞ്ഞു, ഞാൻ കാണുന്ന കാഴ്ച ഭയങ്കരമായൊരു പവർ, ഭയങ്കരമായൊരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. ആ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മളങ്ങ് ഇല്ലാതായി പോകുന്ന പോലത്തെ ഒരു സാന്നിധ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങ് എന്റെ അടുക്ക വന്നോ, എനിക്കിത് സഹിക്കാൻ വയ്യാത്ത പോലത്തെ ശക്തി എന്റെ അടുക്ക വന്നിക്കുക. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേ, നിന്റെ ഭർത്താവ് രോഗിയാണ്, അദ്ദേഹത്തിന് ഒരിക്കലും രോഗം വന്നിട്ടില്ല, യാതൊരു വിധത്തിലും ഹോസ്പിറ്റലിൽ പോകത്തില്ല, നിന്റെ ഭർത്താവ് രോഗിയാ, നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ ജോച്ചാൻ ഇങ്ങനത്തെ രോഗമൊന്നുമില്ലല്ലോ, പിന്നെ എന്നെ അങ്ങ് പറയുന്നേ. അപ്പൊ എന്നോട് പറഞ്ഞു, അവന് മാരകമായ രോഗമാണ്, നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേ. ആ സമയം ചോദിച്ചു ഞാന്, ശരീരം മുഴുവനായോ അപ്പ? ആയി, നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേ. അത് കഴിഞ്ഞ് കർത്താവ് അങ്ങ് ഡിസപ്പിയർ ചെയ്ത് മാറിപ്പോയി. ഞാൻ അവിടെ ഉണർന്നിരുന്ന് ചങ്ക് പൊടിഞ്ഞ് ഞാൻ ആ ബെഡേ കിടന്ന് കരഞ്ഞു, കർത്താവ് ഇതെന്തവാ ഞാൻ കേട്ടത്, ഞങ്ങളുടെ ജീവിതം തീർന്നല്ലോ ഇതോടെ, ഇത്രയും കഷ്ടങ്ങൾ കൂടി വന്ന് ഇതുവരെയും വന്നു, ഇനിയും ഞങ്ങളങ്ങ് തീരുവാണല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ കടന്നപ്പോൾ ഞാൻ പിന്നെ ഓർത്തു, ഇല്ല ഇങ്ങനെ കടന്നാൽ ഉറക്കത്തില്ല, എനിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേ നോക്കൂ. ഞാൻ ഉടനെ ജോച്ചാനെ വിളിച്ചുണർത്തി ഞാൻ പറഞ്ഞ്, എഴുന്നേറ്റേ, കർത്താവിന്റെ അടുക്ക വന്നു, ജോച്ചാന് എന്തോ മാരകമായ രോഗമാണെന്ന് പറയുന്നു, നമുക്ക് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നിരുന്ന് 3 മണിയായപ്പോ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച് നോക്കും, പടലിയൊരു വലിയ മുഴ. ഉടുപ്പ് എപ്പോഴും ഇട്ടോണ്ട് നടക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചില്ല, വലിയൊരു മഴ കഴുത്തല്ലേ. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഇതെന്തുവാ ഞാൻ ഈ കാണുന്നത്. അന്ന് പകല് മക്കളോട് ഈ കാര്യം പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഡോക്ടറെ വിളിച്ചു, അപ്പോയിന്റ്മെന്റ് എടുത്തു, ഡോക്ടറെ അടുക്ക ചെന്നു. ഞാൻ എളുപ്പം പോയതിനിടയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അവിടെ ചെന്ന് ഡോക്ടറുമായിട്ട് ചോദിച്ചാൽ ഡോക്ടറില്ല, എന്റെ ഡോക്ടറെ ചെന്ന് കാണിച്ചു. അദ്ദേഹം ചോദിച്ചു എന്നാ വരാൻ കാരണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ രാത്രി ഞാനൊരു കാഴ്ച കണ്ടു, എന്റെ കർത്താവിന്റെ അടുക്ക വന്നു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം രോഗിയാന്ന് പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഞാൻ വിശ്വസിക്കും, എന്തുകൊണ്ടില്ല, നമുക്ക് ബ്ലഡ് വർക്ക് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് ബ്ലഡ് വർക്ക് ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ എക്സ്റേ എടുക്കാൻ വിട്ടപ്പോൾ എന്റെ അടുക്ക വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു,
എനിക്ക് തരാനുള്ള നല്ല ന്യൂസ് അല്ല. നിനക്ക് പിടിച്ചു നിന്നോണം, നല്ല ന്യൂസ് ഒന്നും എനിക്ക് തരാനില്ല. ബ്ലഡ് വർക്ക് കണ്ടിട്ട് വളരെ ഹോറിബിളാന്ന് പറഞ്ഞു, ഭയങ്കരമായ ബ്ലഡ് വർക്കാന്ന് പറഞ്ഞു. അദ്ദേഹം എക്സ്റേ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ സ്കാൻ ചെയ്യാൻ വേണ്ടി അയക്കുകയാണ്, MRIയും ബോഡി സ്കാനും എല്ലാം ചെയ്യണം, എത്രമാത്രം ആയെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എല്ലാം പോയി ചെയ്തു. അന്ന് വൈകിട്ട് അദ്ദേഹം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കസേര വിളിച്ചിരിക്കാൻ പറഞ്ഞു. കസേര വെച്ച് രണ്ടുപേരും ഇരിക്കാൻ ഞങ്ങൾ ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, രണ്ടാഴ്ച ജീവിച്ചിരിക്കൂ, ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ക്യാൻസറായി, എല്ലിൻ്റെ അകത്തായി, ഹാർട്ട്, ലിവറ്, ലങ്സ്, പാൻക്രിയാസ്, ശരീരത്തിലെ സകല അവയവങ്ങളും എല്ലുകളെ പൊടിഞ്ഞു പോകാറായിരിക്കുക. രണ്ടാഴ്ചയ്ക്ക് അവൻ മരിച്ചു പോകും. ഒന്നും ചെയ്യാനില്ല, ഒരിടത്തും കൊണ്ടുപോയ രക്ഷയില്ല, ഒരു ട്രീറ്റ്മെന്റും ഇല്ല. ഇദ്ദേഹം ഒരു ഇത് മനസ്സിലായി പോലും ഇല്ലാത്ത പോലെ ഇരിക്കുക. ഞാൻ നോക്കി എന്തുവാ റിയാക്ഷൻ ഞാൻ നോക്കിട്ട് ഒരു കൂസലുമില്ലാതിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു പറഞ്ഞു മനസ്സിലായില്ലായിരിക്കും. അത് കഴിഞ്ഞേച്ച് തിരിച്ചേച്ച് പിന്നെ വൈകിട്ട് പിള്ളേരെ വിളിച്ചു പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ പേപ്പർ വർക്ക് എല്ലാം എടുത്ത് ബാങ്കിന്റെ പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു, നിന്നെ ഞാനിതെല്ലാം ഏൽപ്പിക്കുക, നിന്റെ താവ് നോക്കിക്കോളൂ. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഒരിടത്തും പോകത്തില്ല. എന്നെ വിളിച്ച് എന്റെ ദൈവം എന്നെ വിധവയാകാൻ സമ്മതിക്കത്തില്ല. എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവം ഇത്രയും കഷ്ടത്തിൽ കൂടെ പോയി എന്നെ വിധവയായി നിന്നെയാകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ എൻ്റെ അപ്പനോട് പോയി ചോദിക്കട്ടെ ഇതിന്റെ മറുപടി എന്താന്ന്. ഞാൻ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് എന്റെ മുറി പോയി മുട്ടയെ കുത്തിയിരുന്ന് ഞാൻ പറഞ്ഞു, അപ്പാ എന്നെ വിളിച്ചുണർത്തി എന്റെ ഭർത്താവ് രോഗിയാന്ന് പറഞ്ഞെങ്കിൽ അങ്ങക്കൊരു ഉദ്ദേശമുണ്ട്, എന്നോട് സംസാരിക്കണം. സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കില്ല. ഞാൻ മുട്ടയെ കുത്തി അവിടെ ഇരുന്നു. ആ സമയത്ത് എന്നോട് ചോദിക്കുക, മറിയയെ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്ന എന്ത്? ഞാൻ അവന്റെ രോഗത്തെ പരിപൂർണമായി സൗഖ്യമാക്കും. ആ സമയത്ത് നീ കരയുന്ന എന്തിനാ? നീ എന്നിൽ വിശ്വസിക്കേ. ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പാ, ഇതെനിക്ക് തോന്നുന്നതാണോ അതോ അങ്ങ് യഥാർത്ഥമായി സംസാരിക്കുന്നതാണോ? ഇനി ഇങ്ങനെയുള്ള ഇതിൽ കൂടെ എനിക്ക് പോകാൻ വയ്യ. ആ സമയത്ത് ഞാൻ ഒരു ദർശനം കാണുക, ഒരു ചെറിയ കുളത്തിനകത്ത് നിറച്ച് ചെറിയ കല്ലുകളെ ഒരു പച്ച ചെടി വളർന്നു വന്നു. അതിന്റെ വേര് ഈ കുളം നിറച്ചുണ്ട്. എന്നോട് പറഞ്ഞു, ആ ചെടി പിടിച്ച് വലിച്ചു പറിക്കാൻ പറഞ്ഞു. ഞാൻ പറിച്ചപ്പോൾ അത് വേരോടെ പറഞ്ഞു പോന്നു. ഇതുപോലെ ഞാൻ അവനെ സൗഖ്യമാക്കും. ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്റെ യഹോവയാണ്. ആ സമയത്ത് തന്നെ ആമേൻ സ്തോത്രം. എന്നോട് ചോദിച്ചു, നീ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്ന എന്തിനാ? നീ എന്നിൽ വിശ്വസിക്കും, ഞാൻ അവനെ സൗഖ്യമാക്കും. അവിടുന്ന് എഴുന്നേറ്റ് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒറ്റ പേപ്പർ വർക്കും എനിക്ക് തരരുതേ, എങ്ങും പോകത്തില്ല, എന്നെ വിധവയാകാൻ സമ്മതിക്കത്തില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞ് ചോദിച്ചാൽ മരിക്കത്തുള്ളൂ, ഒരിക്കലും ഭാരപ്പെടരുത്. അതിനോടിടയ്ക്ക് കർത്താവ് എന്നോട് വാക്യം പറഞ്ഞു, എന്തിനാന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു, ചോദിച്ചാനോട് പറഞ്ഞു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അത് പറഞ്ഞോണ്ട് നടന്നോളാം എന്ന് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ആ വ്യാഴാഴ്ച ഞങ്ങൾ ഇവിടുന്ന് ഹൂസ്റ്റണിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നു, ഒന്ന് ചെക്കപ്പ് ചെയ്യാവുന്നോർത്ത്. അവിടെ ചെന്ന് അദ്ദേഹത്തെ അഡ്മിറ്റ് ആക്കി. 7 ദിവസം അവിടെ കടന്നു. ആ ഡോക്ടേഴ്സ് പറഞ്ഞു, 2 കിഡ്നിയും പോയി, 2ഉം വർക്ക് ചെയ്യത്തില്ല. ബ്ലാഡറിന്റെ അടിയിൽ ഒരു വലിയ ട്യൂമർ, ശരീരത്തിൽ മുഴുവനായി പോയി, ഒന്നും ചെയ്യാനൊക്കത്തില്ല. പുറം കിഴിച്ച് 2 ട്യൂബ് കിഡ്നിക്കകത്തു നിട്ടു. അതിനകത്തുനിന്ന് ഒഴുകുന്ന തുള്ളി തുള്ളിയായ രക്തം, അല്ലാതെ കിഡ്നി കംപ്ലീറ്റ് ഡാമേജ് ആയിപ്പോയി. ആ സമയത്ത് ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു, ഒരു ചെറിയ പാട്ട് പാടും, അങ്ങനെ ബലപ്പെട്ടുകൊണ്ടിരുന്നു. എന്താ? യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെന്നാവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി,
യേശു മാത്രം മതി എനിക്ക്. അദ്ദേഹത്തെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അവർ മരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഒരു ട്രീറ്റ്മെന്റും ചെയ്തില്ല, ചെയ്യാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ചെയ്തു. എനിക്കറിയാവുന്ന 1-2 ദൈവദാസന്മാരെയും ഒക്കെ വിളിച്ചു. അവരവിടെ വേറെ സ്റ്റേറ്റിലാ. ഇവിടെ ആരോടും ഞങ്ങൾ പറഞ്ഞില്ല, ഒരു മനുഷ്യരോടും പറഞ്ഞില്ല. കാരണം നമ്മൾ ഒരാളോട് പറയുമ്പം അവർ നമ്മുടെ വിശ്വാസത്തെ താഴോട്ട് വലിക്കാനിടയാവും. കാരണം നമ്മൾ കേട്ടത് ദൈവശബ്ദമാണെങ്കിൽ അവർ കേട്ടിട്ടില്ല, അവർക്ക് ആ വിശ്വാസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു, എന്റെ കർത്താവ് എന്നോട് കള്ളം പറയത്തില്ല, സൗഖ്യമാക്കുമെന്ന് പറഞ്ഞവൻ സൗഖ്യമാക്കും. അതുകൊണ്ട് ഞാൻ അത് പരിപൂർണമായി വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെ എല്ലാ 6 ആഴ്ച കൂടുമ്പം വീണ്ടും തിരിച്ചു പോകാൻ തുടങ്ങി. അവർക്ക് ഭയങ്കര അതിശയമായി, ഇദ്ദേഹം എങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു കിഡ്നി പുതിയത് കൊടുത്തു ദൈവം. ആ ട്യൂബെല്ലാം എടുത്തു കളഞ്ഞു. ഞങ്ങൾ വീണ്ടും പൊക്കോണ്ടിരിക്കുക. 1 വർഷം കഴിഞ്ഞപ്പോൾ 2 പുതിയ കിഡ്നി. ആമേൻ, സ്തോത്രം. ദൈവം തമ്പുരാൻ തന്നെത്താൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ആമേൻ. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മൾ അവന് പൂർണ്ണമായി വിശ്വസിച്ചാൽ സൗഖ്യദായകനാണ് നമ്മുടെ കർത്താവ്. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് നമുക്ക് സൗഖ്യമുണ്ടാകും. ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞ കൈവിടത്തില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കത്തില്ല. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, ഉറച്ചു വിശ്വസിക്കണം, ദൈവത്തോടു കൂടെ നടക്കണം. ഇത് ഇങ്ങനെ നടന്നേ ഞങ്ങളെ ഇനിയിപ്പോ ഈ മാസം 5 വർഷമായി ഇവനോട് ഇരിക്കുന്നു. യാതൊരു രോഗവുമില്ലെന്ന്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ തന്നെ സമ്മതിച്ചു, ഞങ്ങൾ ഇവനെ ട്രീറ്റ് ചെയ്തിട്ടില്ല, നിന്റെ ദൈവ സൗഖ്യമായി. അവരോട് സുവിശേഷം പറയാനിടയായി തീർന്നു. നമ്മുടെ ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല, അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല, അവന്റെ ആസ്തിത്വത്തിന് കുറവ് വന്നിട്ടില്ല, അവന്റെ സ്നേഹത്തിന് മാറ്റം വന്നിട്ടില്ല. നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ശത്രു എത്രമാത്രം ഓടിച്ചാലും, എത്ര തള്ളിയിടാൻ നോക്കിയാലും, എത്ര തകർക്കും നോക്കിയാലും, നമ്മളെ കരുതുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ശത്രുവിനെ ജയിക്കുവാൻ നമുക്ക് പറ്റും. ആമേൻ, സ്തോത്രം. എല്ലാം ഉള്ളത് തന്നെ. ആഭിചാരമുണ്ട്, മന്ത്രവാദമുണ്ട്, രുദ്രപ്രയോഗമുണ്ട്, സാത്താനുണ്ട്. ആമേൻ, സ്തോത്രം. അന്ധകാര ശക്തികളുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവിന്റെ ശക്തിയുടെ മുന്നിൽ ഇവയ്ക്ക് ഒന്നും നിൽക്കാൻ ഒക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ കൃപയിലേക്ക് വന്നാൽ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ പരിശുദ്ധാത്മാവാണെന്ന് മനസ്സിലാക്കിയ വേറെ ഒരു കാര്യത്തിനും പോകരുതേ. സാത്താനെ ഓടിക്കാൻ ഒക്കത്തില്ല. ദൈവശക്തി കൊണ്ടും ദൈവവചനം കൊണ്ടും യേശുവിന്റെ നാമം കൊണ്ടും യേശുവിന്റെ രക്തം കൊണ്ടും പരിശുദ്ധാത്മ ശക്തി കൊണ്ടും ഏത് ശക്തിയെയും വെല്ലുവിളിക്കുവാൻ നമുക്ക് പറ്റും. ഏത് ബന്ധനങ്ങളെയും നമുക്ക് തകർക്കാൻ ഒക്കും. ഏത് നേരത്തും നമ്മൾ കർത്താവിനോട് കൂടെ നടന്നാൽ നമ്മളെ കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഈ രോഗത്തെ പേടിക്കത്തില്ല, പിശാചിനെ പേടിക്കത്തില്ല, ബന്ധനത്തെ പേടിക്കത്തില്ല. നമ്മുടെ ദൈവത്തെക്കാൾ വലിയവനില്ല. യേശു മാത്രം ദൈവം. അവന് കഴിയാത്ത ഒന്നുമില്ല. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ജനമേ, നിങ്ങൾ രോഗത്തിൽ കൂടിയാ പോകുന്നെങ്കിൽ, പാപത്തിൽ കൂടിയാ പോകണമെങ്കിൽ, മരണത്തോട് ക്യാൻസറിൽ കൂടിയാ പോകുന്നെങ്കിൽ ഈ യേശുവിന്റെ അടുക്കിലേക്ക് പോവാ. അവൻ വിടിവിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. രോഗങ്ങൾ സൗഖ്യമാക്കി തരും, ബന്ധനങ്ങൾ തകർന്നു പോകും, നമ്മുടെ കണ്ണുനീർ മാറ്റിത്തരും. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ താങ്ങി നിർത്തുന്ന ദൈവമുണ്ട്, സഹായിക്കുന്ന ദൈവമുണ്ട് എന്ന് ഒരു പ്രാവശ്യം കൂടെ രുചിച്ചറിഞ്ഞതോട് ഞാൻ വിളിച്ചു പറയുക. യേശുവല്ലാതൊരു ദൈവമില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവവചനം പറയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ജനത്തെ തല്ലിക്കൊന്നുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തിന് കുറവ് വരത്തില്ല, യേശുവിന്റെ പ്രവൃത്തിക്ക് മാറ്റം വരത്തില്ല. വേദപുസ്തകം കത്തിച്ചുകൊണ്ട് ദൈവവചനം ഇല്ലാതാകത്തില്ല. ആമേൻ, സ്തോത്രം. ദൈവമക്കളെ ദൂഷിക്കുകയും പഠിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത് ഇല്ലാതാക്കാൻ നോക്കിയാൽ യേശുക്രിസ്തുവിന്റെ രക്തം, ആ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ശക്തി നിന്നു പോകത്തില്ല. ആമേൻ, സ്തോത്രം. അവൻ വാക്ക് പറഞ്ഞെങ്കിൽ അത് മാറത്തില്ല. അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞെങ്കിൽ വരും. അന്ന് നമ്മളെ ചേർക്കും. യേശു ക്രിസ്തുവിനോട് കൂടി ചേർന്നില്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. നരകം സത്യമാണ്, സ്വർഗ സത്യമാണ്. ഞാൻ സ്വർഗത്തിൽ പോയി കണ്ടിട്ട് വന്നതാണ്. അതുകൊണ്ട് എനിക്കറിയാം സ്വർഗ സത്യമാണെങ്കിൽ, ദൈവവചനം സത്യമാണെങ്കിൽ നരകവും സത്യമാണ്. ആമേൻ, സ്തോത്രം. ഒരു സോപ്പ് ഫാക്ടറി ജോലി ചെയ്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ അഴുക്ക് പോകത്തില്ല. സോപ്പ് വീട്ടിൽ മേടിച്ചു വെച്ചതുകൊണ്ട്
നമ്മുടെ ശരീരത്തിലെ അഴുക്ക് പോകത്തില്ല. അത് എടുത്ത് തേച്ച് കുളിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ അഴുക്ക് പോകത്തുള്ളൂ. അതുപോലെ യേശുവിനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പോകത്തില്ല, ദൈവവചനം വായിച്ചുകൊണ്ട് പോകത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് പോകത്തില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ സ്വർഗത്തിൽ പോവാൻ. ആമേൻ. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. ആമേൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. ആ നാമത്തിൽ ആശ്രയിച്ചാൽ, ആ നാമത്തിൽ വിശ്വസിച്ചാൽ, ആ ദൈവത്തോട് കൂടെ നടന്ന യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായി ആ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീർന്ന, സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീർന്ന നമ്മളെ കൈവിടാത്തൊരു ദൈവമുണ്ട്, നമ്മളെ താങ്ങി നടത്തുന്ന ദൈവമുണ്ട്, നമ്മളെ സഹായിക്കുന്ന ദൈവമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. ഇന്ന് 5 വർഷമായി, ആ 1 വർഷം കഴിഞ്ഞ് ഒരിക്കലും ഒരു മരുന്നോ ഒരു ട്രീറ്റ്മെന്റോ എടുക്കാതെ ദൈവം പരിപൂർണമായി സൗഖ്യമായി പൂർവാധിക ആരോഗ്യത്തോടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മിനിസ്ട്രി ചെയ്യുന്നു. കുറഞ്ഞതൊരു 18 മണിക്കൂർ ഞങ്ങൾ ദിവസം പ്രാർത്ഥനയില്ല, ഒരു 18 മണിക്കൂറെ അമേൻ പ്രാർത്ഥനയിലും ദൈവവചന പഠനത്തില ഇത്രയധികം ആരോഗ്യം തന്ന് ഞങ്ങളെ നടത്തുന്നു. അമേൻ. ദൈവമക്കളെ, ഇതൊക്കെ സത്യമാണ്. നമ്മൾ യാചിപ്പീൻ നമുക്ക് കിട്ടും, അന്വേഷിപ്പീൻ നമുക്ക് കണ്ടെത്തും, മുട്ടുവീൻ നമുക്ക് തുറക്കപ്പെടും. അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ആമേൻ. സ്തോത്രം. മുട്ടുന്നവന് തുറക്കപ്പെടുന്നു, യാചിക്കുന്നു ലഭിക്കുന്നുണ്ട്. സത്യവചനത്തിന് മാറ്റമില്ല. അവൻ സത്യവചനത്തിന് മാറ്റമില്ല. നമ്മുടെ അധികാരമെന്ന് നമ്മൾ അറിഞ്ഞ്, ഈ യേശു ആരെന്നറിഞ്ഞ്, ഈ ദൈവം ആരെന്നറിഞ്ഞ്, പരിശുദ്ധാത്മാവ് ആരെന്നറിഞ്ഞ നമ്മുടെ ജീവിതത്തെ ഭയപ്പെടണ്ട, ശത്രുവിനെ ഭയപ്പെടണ്ട, ആമേൻ, രോഗത്തെ ഭയപ്പെടണ്ട. കർത്താവ് നമ്മളെ നടത്തുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ആമേൻ. സ്തോത്രം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു പദവി മാത്രമല്ല, ഒരു ദൈവ പൈതലായി തീരുകയാണ്. സ്വർഗരാജ്യത്തിന് നമ്മൾ അവകാശികളായി തീരുകയാണ്. സാത്താന്റെ രാജ്യത്തിൽ നമ്മൾ വിട്ടുപോരുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആമേൻ സ്തോത്രം നമ്മൾ സ്വർഗത്തിൽ എത്താനൊക്കൂ. ഈ ലോകത്തിലെ നഷ്ടങ്ങൾ സാരമില്ല, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഈ ലോകത്തിലെ ബന്ധനങ്ങൾക്ക് സാരമില്ല. ആമേൻ. സ്തോത്രം. നിരാശകൾ സാരമില്ല. ക്രിസ്തുവിനോട് കൂടെ വസിക്കുക. സ്വർഗം എത്ര മനോഹരമാണ്. അവിടെ പാപമില്ല, കണ്ണുനീരില്ല, നിരാശയില്ല, ദുഃഖമില്ല, ദാരിദ്ര്യമില്ല. ആമേൻ. യേശുവാകുന്ന വിളക്ക്, യേശുവാകുന്ന ദൈവത്തോട് കൂടെ നമ്മൾ അവനെ ആരാധിച്ച് വസിക്കുവാൻ തക്കോണം നമ്മൾ ആയിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ആമേൻ. സ്തോത്രം. ഇപ്പോഴും ഞങ്ങളുടെ പ്രശ്നം തീർന്നിട്ടില്ല, ഞങ്ങളുടെ ബിസിനസ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആമേൻ. കർത്താവ് വിളിച്ചു, എന്റെ വേല ചെയ്യാൻ പറഞ്ഞു വിളിച്ചു. ഞങ്ങള് വേല പകുതി ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. 2000 ചോദിച്ചാന്റെ രോഗം വന്നു കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിന് വലിയൊരു പ്രശ്നം ഉണ്ടായി. ബിസിനസ് അടച്ചുപോയി. അന്ന് ഇറങ്ങിയപ്പോ എന്റെ മോൻ എന്നോട് ചോദിച്ചു, 35 വർഷത്തെ ബിസിനസ് നിന്നു, അമ്മയ്ക്ക് ദുഃഖമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. ദൈവത്തിന് ഞാൻ സ്തോത്രം പറയാ. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടിരുന്ന കർത്താവ് എന്നെ വിളിച്ച വേല ഞാൻ ചെയ്യത്തില്ല. അത് എടുത്തു മാറ്റി ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് ദൈവത്തിന്റെ വേലയ്ക്കായി കർത്താവ് ഞങ്ങളെ വിളിച്ചു വേർച്ച് വളരെ സന്തോഷമായിട്ട് ഏത് വിഷയത്തിന് എപ്പോ ആരും പ്രാർത്ഥിക്കാൻ വിളിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒരു മടിയുമില്ലാതെ പ്രാർത്ഥിക്കും. അങ്ങനെ കർത്താവ് ദർശനങ്ങൾ തരുന്നു. ദൈവത്തോട് ചോദിച്ച ദർശനങ്ങൾ തരും, വെളിപ്പാടുകൾ തരും, സ്വപ്നങ്ങൾ തരും, സ്വപ്നത്തിന്റെ അർത്ഥം തരും, പ്രവചനം തരും, പ്രബോധനം തരും. ക്രിസ്തുവിനെ ഹൃദയം തുടങ്ങി സ്നേഹിച്ചാൽ മതി. ആമേൻ. ഞാൻ ദൈവത്തോട് എന്നും പറയും, അപ്പാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ എന്നെയും എന്റെ കുടുംബത്തെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ നയിക്കണം. കടക്കുമ്പോൾ പറയും, പകൽ മുഴുവൻ നടത്തിയതിന് നന്ദി. അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ കിടന്നുറങ്ങട്ടെ, അവിടുത്തെ കരങ്ങളിൽ ഉറങ്ങട്ടെ, രാവിലെ ഉണർത്തണം. ആമേൻ. സ്തോത്രം. ആമേൻ. ഞാൻ സാക്ഷ്യങ്ങൾ പറഞ്ഞത് വളരെ ധൃതി പറഞ്ഞു തീർക്കുകയായിരുന്നു. കാരണം ഇതിനകത്തെല്ലാം ഒരുപാട് വേറെയും കാര്യങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞ് നമ്മൾ ആരെയും വിഷമിപ്പിക്കണ്ടല്ലോ, ആരുടെയും പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, വചനം വായിച്ച് ഉറയ്ക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, ദൈവത്തെ സ്നേഹിക്കണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്ന ബീന സിസ്റ്ററിന് നന്ദി പറയുന്നു. കർത്താവിന്റെ നാമം മഹത്വം കൊടുക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ആന്റി.
അനുഗ്രഹീതമായൊരു സാക്ഷ്യം. ഇത് ദിവസങ്ങൾ വിവരിച്ചു പറഞ്ഞാലും തീരാത്ത വിധത്തിലുള്ള അനുഭവങ്ങളാണ്. അനുഭവത്തെ ആർക്കും ഖണ്ഡിപ്പാൻ പറ്റില്ല. ദൈവമാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വിട്ടത്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഭൂമിയിൽ ഇന്ന് സന്തോഷത്തോടെ ആയുസ്സോടെ ആയിരിക്കുന്നത്. എത്രയോ ആളുകൾ രോഗത്തിൽപ്പെട്ടും നിരാശയിൽപ്പെട്ടും ക്യാൻസർ ആണ് എന്നറിയുമ്പോൾ പോയി ആത്മഹത്യ ചെയ്തവരെ എനിക്കറിയാം. നമ്മൾ അതൊന്നും പരിഹാരമല്ല. ഇത് കർത്താവിന് ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ തന്ന ഒരു അവസരമാകയാല് ഇത് അനേകായിരങ്ങളിൽ ഈ സാക്ഷ്യം എത്തപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഒരു പ്രചോദനമായി സാക്ഷ്യം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം എത്രയോ പേര് ഇതുപോലെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. പക്ഷേ അവരയ്യം വിളിക്കുകയാണ്. അവിടെ ഒക്കെയും ഓരോ സർജറിയുടെ ടൈമുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും മരണത്തോട് മല്ലടിക്കുന്ന ടൈമുകളിലും ഡോക്ടർമാർ മരിച്ചു എന്ന് പറഞ്ഞ സാഹചര്യത്തിലും ഒക്കെയും ജീവനുള്ള കർത്താവിനോട് സംസാരിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ഇതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത്. ദൈവം എത്ര വലിയവനാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ നസ്രയനായ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഒരു ഉത്തമ സാക്ഷ്യമാണ് ജോയിയങ്കളും മറിയാമ്മ ആന്റിയും. ഞാൻ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നിയാലും അത് അവിശ്വസനീയമല്ല, വിശ്വസിക്കത്തക്ക നിലയിൽ ദൈവം ജീവനോടെ സാക്ഷിയാക്കി നിർത്തിയല്ലോ. ഇതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഇന്നും അനേകായിരങ്ങൾക്ക് തങ്ങളൊരു ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ മിനിസ്ട്രികളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ മിനിസ്ട്രി നിങ്ങൾ വളരെ ഭംഗിയോടെ ചെയ്തെടുക്കും. അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവീനെന്നാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച കാര്യമല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതല്ല മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ കർത്താവ് നമ്മളെ ഓരോരോ പാതയിലൂടെ കടത്തിവിട്ട് നമ്മളെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുക. അതായത് ഒരു സ്വർണം തീക്കകത്ത് വെച്ച് അതിനെ നല്ല ക്യാരറ്റ്, അതായത് 22 24 ക്യാരറ്റാക്കി അതിനെ മാറ്റിയെടുത്ത് തനി തങ്കമാക്കി മാറ്റിയെടുക്കുന്നത് പോലെ നിങ്ങളുടെ സാക്ഷ്യം പുറത്തു വരുവാനും അനേകായിരങ്ങളെ നിങ്ങളിലൂടെ വിടിവിക്കുവാനുമാണ് കർത്താവ് ഇങ്ങനെയുള്ള ശോധനയിലൂടെ കടത്തിവിട്ടത്. കർത്താവ് ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ആകയാൽ കർത്താവ് ഈ ദിവസങ്ങളിൽ പരീക്ഷിക്കല്ല ചെയ്തത്, ശോധന ചെയ്യുകയാണ് ചെയ്തത്. പൊന്നിനെ ശോധന ചെയ്യുമ്പോൾ ആ കീടം തീക്കകത്തൂടി വെളിപ്പെടുമ്പോൾ അത് തട്ടാന് കൊള്ളാകുന്ന ഉരുപ്പടിയായി മാറുവാൻ തട്ടാന്റെ മുഖം കാണും വരെയും അതിനെ ശോധന ചെയ്തുകൊണ്ടിരിക്കും. ഇതേപോലെ നമ്മുടെ കർത്താവ് നമ്മളിൽ പ്രതിഫലിക്കും വരെയും, കർത്താവിന്റെ സ്വഭാവത്തിന് അനുരൂപപ്പെടും വരെയും കർത്താവ് നമ്മളെ ഇങ്ങനെ ശോധന ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അധികം സ്നേഹിക്കുന്നവർക്ക് അധികം ഉണ്ട് അല്ലെ? ബാലശിക്ഷ കർത്താവ് നൽകുന്നു, ശോധന കർത്താവ് നൽകുന്നു. അധികമായിട്ട് നിങ്ങളെ യൂസ് ചെയ്യുവാൻ കർത്താവിന് ഇനിയും പ്ലാനുകളുണ്ട്. അതുകൊണ്ട് കർത്താവ് ഈ ദിവസങ്ങൾ നിങ്ങളെ അനേകായിരങ്ങൾക്ക് വീണ്ടും ഒരു ആശ്വാസവും തണലുമാക്കി നിർത്തട്ടെ എന്ന് ഞാൻ വിനയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോഡ്സ് ക്യാമ്പ് മിനിസ്ട്രീസിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിലുപരിയായിട്ട് കർത്താവിനെ അറിയാത്ത പ്രിയപ്പെട്ടവരുടെ നടുവിൽ നിങ്ങളുടെ ഈ സാക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഇടയാകുന്നല്ലോ. ഇതിൽ പരം ഭാഗ്യം എന്താണ്? തിരുവചനം പറയുന്നത് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ് ഒരു ആത്മാവിന്റെ വില. ആകയാല് നമ്മളെ എന്തെല്ലാം സമ്പാദിച്ചാലും പുഴുവും തുരുമ്പും ഇത് തിന്നുപോകുന്ന നശിച്ചു പോകുന്ന ഈ രാജ്യത്തിലേക്കാണ് നാം സമ്പാദിക്കുന്നത്. അവിടെ കൊണ്ട് തീരുമ്പോൾ നിത്യമായ തേജസ്സിലേക്ക് അനേക ആത്മാക്കളെ എത്തിക്കുക എന്നുള്ളത് എത്രയോ ഭാഗ്യകരമാണ്. ഈ ദിവസങ്ങളിൽ അതിൽ വ്യാപൃതരാകുവാൻ നിങ്ങളെ സഹായിച്ചല്ലോ. എനിക്ക് അതിലുപരി സന്തോഷം വന്നത് പല ഫാമിലികളെ ഒരുമിച്ച് വിളിച്ചാൽ അവർ ഇരിക്കത്തില്ല. ഞാൻ സത്യത്തിക്കൽ ആന്റിയെ മാത്രമാണ് ഇൻവൈറ്റ് ചെയ്തത്. അപ്പം ജോയി അങ്കിളും കൂടി ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതാണ് സ്ട്രെങ്ത്. ജോയി അങ്കിൾ ആന്റിക്ക് നൽകി തരുന്ന ഒരു പിൻബലമാണ്
ഈ ദിവസങ്ങളിൽ അതിശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാകുന്നത്. ഞാൻ ചിന്തിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്ട്രെങ്ത് ചെയ്യേണ്ടവരെ പലപ്പോഴും പിശാച് അവരെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുവാനാണ് നോക്കുന്നത്. പല കുടുംബങ്ങളിലും അങ്ങനെയാണ്. രണ്ടുപേരും പ്രയോജനപ്പെടുമ്പോൾ അവരെങ്ങനെ സ്പ്ലിറ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളെ സ്പ്ലിറ്റ് ആക്കാൻ ശ്രമിച്ചെങ്കിലും അതിന്റെ നടുവിൽ ദൈവ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തി നിങ്ങളെ ഒരുമിച്ച് ഇതുവരെയും നിർത്തി. ഞാൻ വിധവയാകുവാൻ ദൈവം എന്നെ അനുവദിക്കത്തില്ല. അത് ഞാൻ ചോദിക്കട്ടെ, അത് കർത്താവിന്റെ ഇഷ്ടം എങ്ങനെയാണെങ്കിലും അത് നമുക്ക് ഏറ്റെടുത്തേ പറ്റൂ. പക്ഷേ കർത്താവിലുള്ള ദൃഢധൈര്യം, കർത്താവ് സംസാരിച്ചതിലുള്ള നമുക്ക് നമ്മളോട് വാക്ക് പറഞ്ഞവൻ മാറാത്തവനാണ് എന്ന് മനസ്സിലാക്കിയാൽ, കർത്താവിനെ രുചിച്ചറിഞ്ഞാൽ കർത്താവ് പറഞ്ഞ വാക്ക് മാറത്തില്ല. അത് മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരിക്കലും പിന്നീട് ഭയപ്പെടേണ്ടതോ അത് സംശയിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും എന്നെ കർത്താവ് അനാഥയാക്കത്തില്ല, വിധവയാക്കത്തില്ല എന്നുള്ളത്. ആമേൻ. ഈ ദിവസകാലങ്ങളിൽ കർത്താവിൽ അനേകായിരങ്ങളെ നേടുവാൻ കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കുടുംബമായി നിങ്ങളെ ഉപയോഗിക്കട്ടെ. തുടർന്നും നിങ്ങളുടെ വേലകളെ കർത്താവ് മാനിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന് ആമേൻ അതിശീഘ്രമാണ് സാക്ഷ്യം പറഞ്ഞു വിട്ടതെങ്കിലും ആമേൻ സാക്ഷ്യത്തിന്റെ ഒക്കെ നടുവിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എന്റെയും ജീവിതത്തിൽ ഇതുപോലെ പല 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 അനുഭവങ്ങളാണ്. ഞാനും ഇപ്പൊ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ദൈവമേ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നെയും ശോധന ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ഈ ശോധനയിലൊക്കെ പിൻപിൽ ഒരു മുതൽ മുടക്കാണ്. ആ മുതൽ മുടക്കിയവൻ നമ്മെ ഇന്നും സ്നേഹിക്കുകയാണ്. ആ കാൽവറിയിലാണ് നമുക്ക് അവൻ മുതൽ മുടക്കിയതെങ്കിൽ ആ കാൽവറിയിലെ സ്നേഹം നമ്മളിലൂടെ പ്രദർശിപ്പിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ആകയാൽ ഇന്ന് ആമേൻ നിങ്ങളിലൂടെയും എന്നിലൂടെയും ഒക്കെയും അനേകായിരങ്ങൾക്ക് ഈ കാൽവറിയിലെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ സ്വർഗം നമ്മെ തിരഞ്ഞെടുത്തു, അതിനെ നമ്മെ യോഗ്യരാക്കി തീർത്തു. ആമേൻ. ഈ മഹത് ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കിയല്ലോ. സ്തോത്രം ചെയ്യാം. തുടർന്ന് നമുക്ക് അന്യോന്യം ആമേൻ പ്രാർത്ഥനയിൽ ഓർക്കാം. ആമേൻ. കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരു നിമിഷം അങ്കിളിനെ ആന്റി ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെതായ ആമേൻ വിഭിന്നങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി എത്രയോ 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 ശോധനകൾ, അവർണ്ണന്യമാംവിധം രോഗങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിച്ചപ്പോൾ അത് ചക്രം ചവിട്ടുകാരൻ പറയുന്നത് പോലെ ഒരു ചക്രം നെഞ്ചിന് നേരെ കടന്നു വരുമ്പോൾ അതിനെ ചവിട്ടി മാറ്റുമ്പോൾ അടുത്തത് നെഞ്ചിന് നേരെ വരുന്നത് പോലെ തന്റെ ജീവിതത്തിൽ അസഹനീയമായ പ്രയാസങ്ങൾ, വേദനകൾ കടന്നു വന്നു. തന്റെ ദാസനും ദാസിയും അനേക വിധമാകുന്ന ശോധനയിലൂടെ കടന്നു പോകുവാൻ ഇടയായി. എങ്കിലും കർത്താവേ, ഇന്നും ജീവനുള്ള സാക്ഷികളായി ജീവിക്കുന്ന കർത്താവിനെ ഉയർത്തിക്കാട്ടുവാൻ അവരുടെ ജീവിതം കൊണ്ട് ഇടയാക്കിയല്ലോ കർത്താവേ. ഈ പ്രിയ പിതാവിനെയും അങ്ങയുടെ ദാസിയെയും ഏൽപ്പിച്ച സ്തോത്രം. ഇരുവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്. ഈ ദിവസങ്ങളിൽ ദീർഘായുസ് കൊടുത്ത് അനേകായിരങ്ങൾക്ക് വലിയൊരു ആശ്വാസവും തണലുമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട്. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. കർത്താവ് അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ, കൊച്ചുമക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ഒത്തുചേർന്ന് ഈ മഹോത്സവത്തിൽ ദൈവനാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ സാക്ഷികളാകുവാൻ ക്രൂശ് ചുമന്ന ശിമയെ ഓർത്ത് അവന്റെ മക്കളെ രണ്ടുപേരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച കർത്താവ് തന്റെ ദാസന്റെയും ദാസിയുടെയും തലമുറകളെയും ഹല്ലേലൂയ ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കണമേ. അവരും ഈ ക്രൂശിനോട് ചേർന്ന് ആമേൻ മാതാപിതാക്കളോട് ചേർന്ന് എന്റെ കർത്താവിനെ ആരാധിക്കുവാൻ, എന്റെ കർത്താവിനെ സ്തുതിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം. തുടർന്നും അവിടുത്തെ നാമം തന്റെ മക്കളിലൂടെ കർത്താവെ ആമേൻ ഉയർത്തണമേ. ഞങ്ങൾക്കൊന്നും പുകഴുവാനില്ല കർത്താവേ, ഞങ്ങൾക്ക് ഒരിക്കലും പുകഴുവാനില്ലപ്പാ. ഞങ്ങളുടെ പുകഴ്ചയും മാനവും അവിടുന്നാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. മറാനാഥ.